ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ ഗോസ്പൽ TV UP എന്ന ചാനലിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി ജോസഫ് ആണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ പാട്ട് വീണ്ടും ജനിച്ചവരെങ്കിലും ദൈവത്തിനുണ്ടായ നഷ്ടം നികത്താൻ കഴിയാത്തവർ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പാസ്റ്റർ ഷാജി ജോസഫ് അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു വെരി മച്ച്. പൂഞ്ചിതം എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരു വാക്ക് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, യേശുവിലൂടെ ഞങ്ങളെ സൃഷ്ടിക്കുകയും യേശു മുഖാന്തരം നഷ്ടപ്പെട്ടു പോയി ഞങ്ങളെ വീണ്ടെടുക്കുകയും യേശു സൂക്ഷിക്കുകയും ക്രിസ്തുവിൽ വളർത്തുകയും അങ്ങയുടെ മാറുകയും ചെയ്യുന്ന വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചിന്തകൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ ജനത്തിന്റെ ഹൃദയത്തിൽ എത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. ഇതിന് മുഖാന്തരമായ ഈ ചാനലിനെയും ഇതുമായി ബന്ധപ്പെട്ട പ്രിയ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അത്ഭുതകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞാൻ അങ്ങയുടേത് മാത്രമല്ലോ, ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അവയവമായ എന്നെ അങ്ങയുടെ തിരികിതം പോലെ അങ്ങക്ക് ഉപയോഗിക്കാം. ഇതാ ഞാൻ അങ്ങയുടെ കരങ്ങളിലിരിക്കുന്നു. അങ്ങയുടെ അവയവമായി ഉപയോഗിക്കപ്പെടുവാൻ അങ്ങയുടെ കരങ്ങളിൽ എല്ലാ മഹത്വ സ്വർഗസ്ഥ പിതാവേ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൂടെയുണ്ട്. ആത്മാവിന്റെ കീഴിൽ നമുക്കായിരിക്കും. Father, we thank you, we give you glory. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ കരുണയാൽ വീണ്ടും ഈ ഓൺലൈൻ മീഡിയയിലൂടെ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ആരും ഈ മൺകൂടാരത്തിൽ അധിക ദിവസങ്ങൾ ഇവിടെ ഇല്ല. വളരെ കുറച്ച് ദിവസങ്ങൾ ഇവിടെ ഉള്ളൂ. ഉള്ള സമയം ക്രിസ്തു സ്വർഗസ്ഥ പിതാവിനെ തന്റെ ജഡത്തിലൂടെ വെളിപ്പെടുത്തിയതുപോലെ ഞാനും നിങ്ങളും ക്രിസ്തുവെ അനുഗമിച്ച് ആ ക്രിസ്തുവെ സ്വർഗസ്ഥ പിതാവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക. അങ്ങനെയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. അപ്പോൾ സാധാരണ കേൾക്കാത്ത ടൈറ്റിലുകളാണ് സ്വർഗത്തിലെ ദൈവനിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. കാരണം ദൈവരാജ്യ സുവിശേഷ ശുശ്രൂഷയാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തു പ്രസംഗിച്ചതും ഒക്കെ ഇത് തന്നെയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇന്ന് നാം കേൾക്കുവാനായിട്ട് പോകുന്ന ടൈറ്റിൽ കഴിഞ്ഞ സന്ദേശവുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സന്ദേശം ദൈവത്തിന്റെ നഷ്ടം എന്നതിനെ കുറിച്ചാണ് കേട്ടത്. ദൈവത്തിനുണ്ടായ നഷ്ടം. ഇതുവരെ അങ്ങനെ ഒരു ടൈറ്റിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം വിശുദ്ധ ബൈബിളിലുണ്ട്. അതിനെ, ആ നഷ്ടത്തെ തിരികെ എടുക്കുന്ന പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളെ നല്ലൊരു പങ്കിനെയും പിശാച് നമ്മുടെ മനസ്സിനെ കുരുടാക്കി മാറ്റിയിരിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ അതുപോലുള്ള ബന്ധം നമുക്ക് കേൾക്കുവാൻ പോകുന്നത് വീണ്ടും ജനിച്ചവരെങ്കിലും ദൈവത്തിനുണ്ടായ നഷ്ടം നികത്തുവാൻ കഴിയാത്തവർ എന്നുള്ള ടൈറ്റിലാണ് കേൾക്കുന്നത്. വീണ്ടും ജനിച്ചവരെങ്കിലും ദൈവത്തിനുണ്ടായ നഷ്ടം നികത്തുവാൻ കഴിയാത്തവർ. കാരണം ദൈവത്തിനൊരു നഷ്ടം ഉണ്ടായെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതെന്താണെന്ന് തിരിച്ചറിയുകയും അത് നമ്മളിലൂടെ നികത്തുവാൻ കഴിയും എന്ന ആ ചിന്ത നമുക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകുകയുള്ളൂ. എന്നാൽ ദൈവത്തിന് നഷ്ടം ഉണ്ടായെന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ഒരു കൂട്ടം ജനമാണ് ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ ഇതെല്ലാം തിരുവചനത്തിലൂടെ വേണം തെളിയിച്ച് മുന്നോട്ടേക്ക് പോകുവാനായിട്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിന് ഉണ്ടായ നഷ്ടം എന്താണെന്ന് കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേൾക്കുകയുണ്ടായി. ഒന്ന്, ദൈവത്തിനുണ്ടായ നഷ്ടം ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ഭരണനഷ്ടമായി. രണ്ട്, ദൈവം ആരെയാണോ ഭൂമിയുടെ ഭരണം ഏൽപ്പിച്ചത് അവരെയും ദൈവത്തിന് നഷ്ടമായി. ഇതാണ് പ്രധാന നഷ്ടങ്ങൾ. ആദ്യമായിട്ട് കേൾക്കുന്നവര് കഴിഞ്ഞ സന്ദേശം പോയി കേൾക്കുക. അപ്പൊ കൂടുതൽ മനസ്സിലാകാനായിട്ട് ഇടയാവും കേട്ടോ. അപ്പോ ഇങ്ങനെ നഷ്ടപ്പെട്ടതിലേക്കുള്ള ദൈവത്തിന്റെ ആ തിരിച്ചുവരവ്, അതിനെ നേടിയെടുക്കുവാനുള്ള
ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്നതല്ല. പക്ഷെ ഇത് തിരിച്ചറിയാതെ നമ്മൾ അതിനെ പിശാചിന്റെ കൈകളിൽപ്പെട്ട് ജാതിയും മതവും ഒക്കെ ആക്കി കളഞ്ഞു. ജാതിയുടെ ഉള്ളിൽ ഡിനോമിനേഷൻ ആക്കി കളഞ്ഞു. ഇപ്പൊ ഡിനോമിനേഷൻ തമ്മിൽ അടുപ്പിച്ച് പിശാച് ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ചിലരുടെയൊക്കെ തന്ത്രമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. അപ്പൊ പിശാച് ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം സഭകളിൽ നിറയെ കിടക്കുന്നത് പിശാചിന്റെ ആളുകളാണ്. വേഷം മാറി പാസ്റ്ററുടെ രൂപത്തിലും ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും രൂപത്തിലും ഒക്കെ വേഷം മാറി അകത്തുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, സാത്താൻ പോലും പ്രഭാപുരമായ മലാഹയുടെ വേഷം അണിയുന്നു. അതുകൊണ്ട് അവന്റെ ദാസന്മാരും നീതിയുടെ ദാസന്മാരുടെ വേഷം അണിയുന്നതിൽ അത്ഭുതമില്ല. പക്ഷെ ആര് തിരിച്ചറിയാൻ ഇതൊക്കെ അല്ലേ? എന്റെ പ്രിയ സഹോദരങ്ങളെ, വ്യക്തമായി ആത്മീയ കാര്യങ്ങളെ തിരിച്ചറിയുക. നമ്മളാണ് അത് ചെയ്യേണ്ടത്. ദൈവത്തിന്റെ വചനം വീണ്ടും ജനിച്ചവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം വീണ്ടും ജനിച്ചിരിക്കുന്നുവെങ്കിൽ, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പേൻ. ഉയരത്തിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പേൻ. പക്ഷെ ആർക്കതിന് നേരം? ആരത് അറിയുന്നു? എല്ലാവരും ഭൂമിയിലുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അന്നവസ്ത്രാദി നന്മകളുടെ പാട്ടും പാടി ഇവിടെ ചിലങ്ക അടിച്ച് സ്പീഡിലടിച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നു. ആരാധന എന്ന് അതിന് പേര് കിട്ടു. എന്റെ പൊന്നു സഹോദരങ്ങളെ, പാട്ടുപാടുന്നതല്ല ആരാധന. പാട്ട് പാടുന്നത് നല്ലതാണ്. എന്നാൽ യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ജീവനുള്ള ശരീരത്തെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കൽ. അതാണ് യഥാർത്ഥ ആരാധന, ബുദ്ധിയുള്ള ആരാധന. അപ്പൊ എല്ലാം തിരുവചന പ്രകാരം ശോധന ഇത് മുന്നോട്ടേക്ക് പോകുവാൻ എല്ലാവരും ഇടയാകട്ടെ. അപ്പൊ ഇന്ന് ദൈവത്തിനുണ്ടായ നഷ്ടം മാറ്റുവാൻ കഴിയാത്തവർ, അത് വചനത്തിലൂടെ നമ്മൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ദൈവത്തിനുണ്ടായ നഷ്ടം മാറ്റണമെങ്കിൽ നമ്മളെ ദൈവത്തിന് തിരികെ കിടണം. എങ്കിലേ ദൈവത്തിനുണ്ടായ നഷ്ടം മാറുകയുള്ളൂ. അപ്പൊ ഇത് വ്യക്തമായി തിരിച്ചറിയാം. നമ്മൾ വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നഷ്ടം നികത്തപ്പെടുന്നില്ല. നമ്മൾ ദൈവത്തിന് തിരികെ കിട്ടണം. നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. അതായത് ധൂർത്തപുത്രന്റെ കഥ പഠിക്കുമ്പോൾ ധൂർത്തപുത്രന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് സ്വർഗസ്ഥ പിതാവ് പറയുന്നത്. ഒന്ന്, എന്റെ മകൻ മരിച്ചവനായിരുന്നു. മറ്റൊന്ന്, എന്റെ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു. അപ്പൊ ദൈവത്തിന് നഷ്ടമുണ്ടല്ലേ? എന്റെ മകൻ മരിച്ചവനായിരുന്നു. മരിച്ചവനെ വീണ്ടും ജനിപ്പിക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ സുവിശേഷമായി പറഞ്ഞു നടക്കുന്നത്. ആവശ്യമാണത്. പക്ഷേ നഷ്ടപ്പെട്ടവനെ കണ്ടെത്തുവാൻ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടോ? ഇല്ല, മറന്നുപോയി അല്ലെ? മറന്നതല്ല, അറിയുന്ന പോലുമില്ല. നമ്മള് വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നു. എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിക്കുന്നു. എന്റെ മകനെ കാണാതെ പോയിരുന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിനുണ്ടായ നഷ്ടം തിരികെ കിട്ടിയോ? ഇല്ല. കാരണം അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. അതിനെക്കുറിച്ച് അറിയണം. ദൈവത്തിനുണ്ടായ നഷ്ടം നാമാണ്. വീണ്ടും ജനിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, വീണ്ടും ജനിച്ചവരെങ്കിലും ദൈവത്തിനുണ്ടായ നഷ്ടം നികത്തുവാൻ കഴിയാത്തവർ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് വരും. അപ്പൊ അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ ഒന്ന്. അപ്പോ ദൈവത്തിന് ഭൂമി നഷ്ടമായി എന്ന കാര്യം കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ദൈവം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തതാണ്. മനുഷ്യര് പാപം ചെയ്ത് പിശാചിൻ്റെതായപ്പോ പിശാചിന് അടിമയായി. അവരുടെ മനുഷ്യരെ ഏൽപ്പിച്ച ഭൂമി ദൈവത്തിന് അതിന്റെ ഭരണം നഷ്ടമായിപ്പോയി. ഇതാണ് സംഭവം. കഴിഞ്ഞ സന്ദേശത്തിൽ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാധാരണ നടക്കുന്ന ഒരു സംഭവം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഉപമയൊന്നുമല്ല, സാധാരണ നടക്കുന്ന ഒരു സംഭവം, ഒരു കഥയൊന്നുമല്ല, സാധാരണ നടക്കുന്ന സംഭവം അതിനോട് ഉപമിച്ചതാണ്. ധാരാളം പേരുടെ കംപ്ലൈന്റ് ആണ്, സഹോദരന്മാരുടെ കംപ്ലൈന്റ്. അവർ ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഭാര്യയുടെ പേർക്ക്, മോളെ നീ നല്ല സ്ഥലം നോക്കി വാങ്ങിയ
അങ്ങനെ ഭാര്യ നല്ലൊരു സ്ഥലമൊക്കെ നോക്കി വാങ്ങിച്ചപ്പോ ഈ പുള്ളിക്കാരൻ ഭാര്യയോടുള്ള സ്നേഹം നിമിത്തം മോളെ നിന്റെ പേരിൽ വാങ്ങിച്ചോ, അതിന് നമ്മൾ രണ്ടും ഒന്നല്ലേ. അങ്ങനെ അവളുടെ പേരിൽ സ്ഥലം വാങ്ങിച്ചു. പിന്നെ കുറെ നാള് കഷ്ടപ്പെട്ട് കുറെ പണം ഉണ്ടാക്കി. അതിന്റെ ഇടയ്ക്ക് നാട്ടിൽ കടന്നു പോകുന്ന 2 മക്കളൊക്കെ ആയി. വീണ്ടും താൻ അധ്വാനിച്ച് താന് വീണ്ടും പൈസ അയച്ചു കൊടുത്തു. ആ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ സ്ഥലത്തൊരു വീടൊക്കെ ആയി. നല്ലൊരു വീടൊക്കെ വെച്ച് തന്റെ അധ്വാനം മുഴുവൻ ഉപയോഗിച്ച് കുറച്ച് ലോണൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച്. ലോൺ തന്റെ പേരിലാണ് കേട്ടോ. ലോൺ തന്റെ പേരിലാണ് എടുത്തത്. അടയ്ക്കേണ്ടത് സ്ഥലം മേടിച്ചത് ഭാര്യയുടെ പേർക്കും. അങ്ങനെ ആ സമയത്ത് താൻ ഒരു 55, 59, 60 വയസ്സൊക്കെ ആറായപ്പോ താൻ തിരികെ വരുന്ന സമയത്താണ് താൻ മനസ്സിലാക്കിയത് തന്റെ ഭാര്യ വേറൊരാളുമായിട്ട് ഒരു ലൈനിലാണെന്നും ഇപ്പോ അവർക്ക് തന്നെ വേണ്ട എന്നും. അങ്ങനെ ഭാര്യയുടെ ആ മനംമാറ്റം തന്റെ എല്ലാം നഷ്ടപ്പെട്ടു. തനിക്കുണ്ടായ തന്റെ സ്ഥലം നഷ്ടപ്പെട്ടു, തന്റെ ഭവനം നഷ്ടപ്പെട്ടു, തന്റെ അധ്വാനം ഒക്കെ അത് നഷ്ടപ്പെടുകയുണ്ടായി. ഭാര്യയുടെ ഒറ്റ മനംമാറ്റം അതൊക്കെ നഷ്ടപ്പെട്ടതാണ്. ഇനി തിരികെ കിടന്നെങ്കിൽ എന്ത് വേണം? ഭാര്യ ഒന്നും മനംമാറിയാൽ മതി, എല്ലാം തിരികെ വന്നു. പക്ഷെ ഭാര്യ മനം മാറില്ല. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ സന്ദേശം ഭൂമിയിലേക്ക് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നന്നായി ദൈവത്തെ ആരാധിപ്പിൻ എന്നല്ല പറഞ്ഞേ. മാനസാന്തരപ്പെടുവിൻ, മനം മാറുവിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അത് നന്നായി സ്തുതിപ്പിൻ എന്നാണ് യേശു പറഞ്ഞതെന്നാണ് എല്ലാവരും ചിന്ത. അതുകൊണ്ട് ഇന്ന് സഭകളിൽ സംസാരിക്കുന്ന മുഴുവൻ ആരാധനയെ കുറിച്ചാണ്. സ്തുതിക്കണം, നന്നായിട്ടൊക്കെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതൊന്നുമല്ല യേശു ക്രിസ്തു പറഞ്ഞത്. വി ആർ മേജറിങ് ഇൻ മൈനർ. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തു പറഞ്ഞതിനെ മറ്റു നല്ലത് കൊണ്ട് കട്ടി കളയരുത്. ആരാധന നല്ലതാ, പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞതിനെ കട്ടി കളയാൻ വേണ്ടിയല്ല ആരാധന ഉപയോഗിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞത് അനുഗമനമാണ്. മാനസാന്തരത്തിലൂടെയാണ് അനുഗമനം നടക്കുന്നത്. അനുഗമനത്തിനെ കട്ടിയാൻ ആരാധന ഉപയോഗിക്കുന്നത് വെറും മണ്ടത്തരം. കറക്റ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അതുപോലെയാണ് അവസാനം ഈ ക്രിസ്ത്യാനികളെ മുഴുവൻ മത്തായി 7, 20, 22, 23 ദൈവദാസന്മാരും വിശ്വാസത്തിലേക്ക് കടന്നു തുടങ്ങിയാൽ ഞാൻ ഒരിക്കലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. മണ്ടത്തരം കാണിപ്പിക്കുകയാണ് പിശാചി ജനത്തെ കൊണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കൺസെപ്റ്റുകൾ നല്ലൊരു പങ്കും തെറ്റാണ്, കുറെയൊക്കെ ശരിയുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഭൂമിയുടെ യജമാനന്മാർ 2 പേരാണ്. ഒന്ന് ഒറിജിനൽ യജമാനും മറ്റത് ഇലീഗലും. എന്റെ അഭിപ്രായമല്ല കേട്ടോ, യേശു ക്രിസ്തുവിന്റെ അഭിപ്രായ. പിന്നെ അതിന് അവകാശികളും 2 സെറ്റാണ്. ഒന്ന് ദൈവപുത്രനായ ക്രിസ്തു, മറ്റൊന്ന് ക്രിസ്തുവിലൂടെ ദൈവം ജനിപ്പിക്കുന്ന മക്കളായ നമ്മൾ, അവകാശികൾ. ക്രിസ്തുവും നമ്മളൊന്നും ഉടമസ്ഥന്മാരല്ല, അവകാശികളാണ്. എന്നോട് ദേഷ്യം തോന്നരുത്. നിങ്ങളുടെ തിയോളജി അനുസരിച്ച് ക്രിസ്തുവാണ് ഉടമസ്ഥൻ. ബൈബിളിൽ അങ്ങനെ ഇല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, വചനത്തിലൂടെ തെളിയിക്കുക തന്നെ ചെയ്യരുത്. കാരണം കർത്താവ് എന്നെ പഠിപ്പിച്ചതാ. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വചനത്തിലൂടെ തിരുത്തി കാണിക്കാം. ഞാൻ ഇത് പറയുമ്പോഴാണ് ഈ പിശാചിനെ കബളിപ്പിക്കപ്പെട്ട് 4-ാം നൂറ്റാണ്ടിൽ ട്രിനിറ്റി എന്ന് പറഞ്ഞൊരു ഡോക്ടറിനെ കയറി വന്നായിരുന്നു. ബൈബിളിലെങ്കിലും ഇല്ല സാധനം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ 3 പേരുടെ പാർട്ട്ണർഷിപ്പിൽ ഒരു ദൈവം ഉണ്ട്. അതൊക്കെ 3-ാം 4-ാം നൂറ്റാണ്ടിൽ കയറി വന്നത്. ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിത്വം എന്നോട് സംസാരിക്കാൻ ചോദ്യം ചോദിച്ചു. അതോടുകൂടെ മൂക്കൂതി താഴെ വീണു. ഒരു കോയിക്കൽ എന്നാണ് പറഞ്ഞു വരുന്നത്. ഉടൻ ചോദിച്ചൊരു ചോദ്യം, ഉടമസ്ഥനും അവകാശിയും എങ്ങനെയാ കോയിക്കലാകും എന്ന് ചോദിച്ചു. അതിന് ഉത്തരം കിട്ടാതെ വരാല് കിടന്ന് പിടക്കണ പോലെ കിടന്ന് പിടച്ചു. അവസാനം അത് തല്ലിപ്പൊളിഞ്ഞു പോയത്. ശ്രദ്ധിച്ചേ എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗസ്ഥ പിതാവാണ് ഒറിജിനൽ ഉടമസ്ഥൻ.
എന്നാൽ ഇലീഗൽ ഉടമസ്ഥനായിട്ട് നിൽക്കുന്നതാണ് പിശാച്. ഉടമസ്ഥനല്ല അവൻ യഥാർത്ഥത്തിൽ, അവൻ ഇലീഗലായിട്ട് കയ്യേറി വെച്ചിരിക്കുക. ഇനി അവകാശികൾ രണ്ട് തലത്തിലാണ്. ഒന്ന്, യേശു ക്രിസ്തുവാണ് ഇതിന്റെയൊക്കെ അവകാശി. യേശുക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് നമ്മളെ ജനിപ്പിച്ചപ്പോൾ നമ്മളും അതിന്റെ കൂട്ടവകാശികളായി ആകും കേട്ടോ, ആകും. അമേരിക്ക വചനത്തിലൂടെ തെളിയിക്കുക. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കാം. മത്തായി 6:24. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. ഇതാണ് ഭൂമിയുടെ മുകളിലെ രണ്ട് യജമാനന്മാരെ കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതാണ് പറയുന്നേ യേശുക്രിസ്തുവാണ്. അപ്പൊ അതിൽ യേശുക്രിസ്തുവിനെ യജമാനായിട്ട് വെച്ചോ? ഇല്ലേ, ഇല്ല. കാരണം തനിക്കറിയാം താൻ യജമാനല്ല, അവകാശിയാണ്. ഇവിടെ പറയണ്ട, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒന്ന് തന്റെ അപ്പൻ, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. മറ്റൊന്ന്, ഈ അപ്പൻ ഈ ഭൂമിയുടെ അധികാരവും ആദത്തിന് കൊടുത്തു. ആദത്തിൽ നിന്ന് ആദത്തെ തോപ്പിച്ച് തട്ടിയെടുത്ത പിശാച്. ഇതാണ് രണ്ട് യജമാനന്മാർ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. രണ്ട് യജമാനന്മാർ. അതായത് നേരത്തെ നമ്മുടെ കഥയിലെ കഥ പറയുമ്പോ യഥാർത്ഥത്തില് ഇപ്പോ ദുബായിൽ ജോലി ചെയ്ത് നാട്ടില് സ്ഥലവും മേടിച്ച് വീടും ഭാര്യയുടെ സ്ഥലവും മേടിച്ച് വീടും വെച്ച ആ സഹോദരനില്ലേ, ആ സഹോദരനാണ് യഥാർത്ഥത്തിൽ പണം മുടക്കിയത്. ഒറിജിനൽ ഉടമസ്ഥൻ അദ്ദേഹമാണ്. പേപ്പറിൽ എന്ത് വന്നെന്ന് പറഞ്ഞാലും. പക്ഷെ ഭാര്യ മറ്റൊരുവന്റേതായപ്പോ അവൻ ഇതിന്റെ യജമാനായി ഭാര്യയുടെ പേരില്. പിടുത്തം കിട്ടിയ അവൻ ഇലീഗൽ യജമാനനാ. അവൻ മറ്റുള്ളവരുടെ മുമ്പ് യജമാനനാ, പക്ഷെ ഒറിജിനൽ അല്ല അവൻ. ഇന്ന് പിശാച് മറ്റുള്ളവന്റെ മുമ്പിൽ ലോകത്തിന്റെ ദൈവമൊക്കെ യജമാനനൊക്കെയാ, പക്ഷെ ഒറിജിനൽ അല്ല. അപ്പൊ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ. ഇതിന്റെ കോണ്ടസ്റ്റ് നമ്മളൊന്ന് പഠിക്കണം. ശരീരത്തിന്റെ വിളക്ക്, ദർശനത്തെ കുറിച്ച് കർത്താവ് ശരീരത്തിന്റെ വിളക്ക് കണ്ണാവുന്നു. കണ്ണ് ചുവന്നുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം, നീ ചിന്തിക്കുന്ന വെളിച്ചം, അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. എന്നിട്ടാണ് പറയുന്നത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്നിട്ട് പറയാണ്, എന്ത് തിന്നും എന്ത് കുടിക്കും നീ എന്നാ വിചാരപ്പെടുന്നേ? അതൊക്കെ ഭൂമിയിൽ നിന്നാ കിട്ടുന്നല്ലേ. അതെല്ലാം ഭൂമിയിൽ നിന്നാ കിട്ടുന്നത്. അതിനുകൊണ്ട് നീ എന്തിനാ വിചാരപ്പെടുന്നേ? അതൊക്കെ എവിടെന്നാ കിട്ടുന്നേ? അതൊക്കെ ഭൂമിയിൽ യജമാനായ പിശാചിന്റെ കീഴിൽ നിനക്ക് കിട്ടുന്നേ അല്ലേ? എന്ത് തിന്നും എന്ത് കുടിക്കുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ കർത്താവ് പറയാണ്, എന്നാൽ എന്റെ അപ്പന് ഒറിജിനൽ യജമാനാണ് നിനക്ക് ഈ ജീവനെ തന്നേക്കണേ, നിനക്ക് ഈ ശരീരം തന്നേക്കണേ. ഈ ഭൂമിയിലെ യജമാനായ പിശാചിന് നിനക്ക് ജീവനും തരാൻ പറ്റത്തില്ല, ശരീരവും തരാൻ പറ്റത്തില്ല. അവൻ ഇലീഗലായിട്ട് പിടിച്ചിട്ട് നിനക്ക് എന്താ തരുന്നേ? അന്നവസ്ത്രാദി സർവ നന്മകൾ, അതാണ് അവൻ തരുന്നേ. പക്ഷേ എന്റെ ഒപ്പം തരുന്ന ജീവനും ശരീരവും അവന് തരാൻ പറ്റത്തില്ല. ഇത് നമുക്ക് വല്ലതും മനസ്സിലായി യേശു പറയുന്ന കാര്യങ്ങളൊക്കെ താഴേക്ക്. രണ്ട് യജമാനന്മാര് തരുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്നിട്ട് യേശു പറയാണ്, എന്റെ അപ്പം തരുന്ന അന്വേഷിച്ചാൽ മതി, അതിന്റെ കൂടെ നിനക്ക് അന്നവും വസ്ത്രവും ഒക്കെ ചേർത്ത് കിട്ടും. പക്ഷെ നീ ഭൂമിയില് പിശാച് എന്ന യജമാനൻ തരുന്ന അവന്റെ സിസ്റ്റത്തിലുള്ള അപ്പവും വെള്ളവും വസ്ത്രവും ഒക്കെ അന്വേഷിച്ച് നടന്നാൽ അത് കിട്ടും. പക്ഷെ നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം പോവും. ശരീരം തരുവോ? ഇല്ല. നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ പോവും. അതവൻ തരുവോ? ഇല്ല. നീ വെറും മണ്ടനായില്ലേ? എടാ മോനെ, ശരീരം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ചുരിദാർ എടുക്കാൻ പറ്റുള്ളൂ, ഷർട്ട് ഇടാൻ പറ്റുള്ളൂ. ശരീരം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ എടുക്കുക നീ?
ഹല്ലേലൂയ. പിന്നെ നിന്റെ ഭക്ഷണത്തെക്കാൾ വലിയതല്ലേ ജീവൻ. ജീവൻ തരുന്നത് ആരാ? പിശാചല്ല, എന്റെ അപ്പനാ. അതിനാണ് എന്നെ അയച്ചത്, നിങ്ങൾക്ക് ജീവൻ തരാനും സമൃദ്ധിയായി തരാനും. നമുക്ക് ഇങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല. കർത്താവ് എനിക്കൊരു പാട്ട് തന്നിട്ടുണ്ട്. ആ പാട്ട് ഇതിനെ അനുബന്ധിച്ചിട്ടുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റികളെയും വെല്ലുവിളിച്ചുകൊണ്ട്, എല്ലാ പൊളിറ്റീഷ്യൻസിനെയും, എല്ലാ AI-നെയും, സകലത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് ഇതിന്റെ അടിയിൽ ക്ലിപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, അർത്ഥമെന്ത് സഹോദരരെ, അർത്ഥമെന്ത് സഹോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്ത് സഹോദരരെ എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. യേശുക്രിസ്തു പറയുന്ന രംഗമാണ്, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഭൂമിമേലുള്ള ഉടമസ്ഥതയിൽ രണ്ട് യജമാനന്മാർ. അങ്ങനെ ചെയ്താൽ ഒരുത്തരെ പകച്ചും മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തരോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ദൈവത്തെയും പിശാചിനെയും. പിശാചാണ് ഈ ലോകത്ത്, മാമോൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മുകളിലുള്ള ദൈവം. ഇതിന്റെ സമ്പത്ത് മുഴുവൻ പിടിച്ചു വെച്ചവനാണ്. അതായത് ആ ഭാര്യയുടെ പേർക്ക് കൊടുത്തത് മുഴുവൻ ആര് പിടിച്ചു? ആ എരിക്കൽ ഭർത്താവ് പിടിച്ചു. എന്നതുപോലെ മനുഷ്യൻ എന്തിനോട് തോറ്റോ അതിന്റെ അടിമയാണ്. പിശാചിനോട് തോറ്റു, പാവം ചെയ്ത് ദൈവത്തെ ഒഴിവാക്കി. അങ്ങനെയാണ് ദൈവത്തിന് ഭൂമിയുടെ ഭരണം നഷ്ടമായി പോയത്. അപ്പോ എന്നിട്ട് യേശുക്രിസ്തു പറയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടണ്ട. കാരണം ആഹാരത്തേക്കാൾ ജീവനാ വലിയത്, അല്ലെ? ഈ ഭൂമിയിൽ നിന്ന് കുറെ ആഹാരം കിട്ടി, എവിടെയും പണിക്ക് പോയി കുറച്ച് പൈസ കിട്ടി, അതുകൊണ്ട് അരി മേടിച്ചു, ആഹാരം കിട്ടി. പക്ഷേ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ജീവൻ കിട്ടും? എന്റെ അപ്പനാ മക്കളെ എനിക്ക് ജീവൻ തരുന്നത്. ഇവിടെ എങ്ങും ജീവൻ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ് ഇല്ല കേട്ടോ. ആഹാരത്തേക്കാൾ ജീവനും പിന്നെ ഉടുപ്പിനേക്കാൾ ശരീരവും വരുന്നല്ലേ. നിങ്ങളുടെ അവിടുത്തെ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, ലുലുലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ വില കൂടി ഉടുപ്പ് കിട്ടും. പക്ഷേ കർത്താവ് പറയാണ്, ഉടുപ്പിനേക്കാൾ ശരീരം വലുതല്ലേ. എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ശരീരം വിൽക്കുന്നുണ്ടോ? പുതിയ ശരീരം 2026 മോഡല് കാറ് പോലെ, 27 മോഡല്, 26 മോഡല്, 2000 മോഡല് ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ഷോറൂം നമ്മുടെ അവിടെ അപ്പന്റെ വീട്ടിലുണ്ടെന്നേ. നമുക്ക് വേണ്ടി പുതിയ ശരീരം ഒരുക്കി വെച്ചേക്കണേ, തേജസ്കരിക്കപ്പെട്ട ശരീരം, സ്പിരിച്വൽ ബോഡി. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരനെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്കറിയാം ദൈവത്തിനുണ്ടായ നഷ്ടത്തെ കുറിച്ച് ചിന്തിക്കാൻ അധികാരം ഉണ്ടാകത്തില്ല. പക്ഷെ അത് നീ ഉണ്ടോ? നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഈ വചനം കിട്ടുന്നത് തന്നെ അനുഗ്രഹിക്കപ്പെട്ടവർക്കാ, അല്ലാത്തവർക്ക് ഇത് കിട്ടത്തില്ല. വരം ലഭിച്ചവർക്കല്ലാതെ കർത്താവ് ഈ മന്ന കൊടുക്കുന്നില്ല, വരം ലഭിച്ചവർക്കാ കൊടുക്കുന്നത്. അപ്പോ ഇവിടെ കമ്പാരിസൺ ആണ്, ഭൂമിയുടെ രണ്ട് യജമാനന്മാർ തമ്മിലുള്ള കമ്പാരിസൺ. ഇടയിൽ നിൽക്കുന്നത് വൈഫാണ്, വൈഫ് കാന്ത, സഭ കാന്ത. അവളാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. അവസാനം ഇവിടെ രണ്ടായിട്ട് പിരിയും, ഈ സഭ രണ്ടായിട്ട് പിരിയും. അതിലൊന്ന് വേശ്യ, മറ്റൊന്ന് നല്ല ഗുണമായിട്ട്. സഭയുടെ കാര്യ പറഞ്ഞേ, വേശ്യയുടെ പേരാണ് ബാബിലോൺ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അവളുടെ നാശം ഒക്കെ പറയുന്നുണ്ട്. മറ്റത് നിർമ്മല കന്യക, അതായത് വിളിക്കപ്പെട്ട ഈ കൂട്ടത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ നിർമ്മല കന്യകയായ കർത്താവിന്റെ മണവാട്ടിയായിട്ട്. മറ്റവൾ വേശ്യ ആയിട്ട് മാറും. അപ്പോ വേശ്യാവൃത്തി ചെയ്യാത്ത, സ്പിരിച്വൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാത്ത, കർത്താവിന് വേണ്ടി ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു തലം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സ്വന്തം ഇഷ്ടപ്രകാരം, ലോക ഇഷ്ടപ്രകാരം, ജന ഇഷ്ടപ്രകാരം മൂവ് ചെയ്യുന്ന ഒരു തലം. അവരാരും വീണ്ടും ജനിച്ചവരെങ്കിലും കർത്താവിനുണ്ടായ നഷ്ടം നികത്തുന്നില്ല. അവരാണ് കർത്താവ് അവസാനം പറയുന്നത്, ഗെറ്റ്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല, പുറത്തു പോകുന്നു പറയുന്നത്. പക്ഷെ ഇത് ചർച്ചകളാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുത്ത് ജനത്തെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടത്തേണ്ടത്.
പക്ഷെ ബഹുഭൂരിപക്ഷമൊന്നും അതിന് ശ്രദ്ധിക്കുന്നില്ല. കാരണം പിശാച് അവരൊക്കെ വിഴുങ്ങി കിടക്കുക, സഭകളെ വിഴുങ്ങി കിടക്കുകയാണ്, മേജർ സഭകളെ വിഴുങ്ങി കിടക്കുകയാണ്. അവർ ആരാധന കൊണ്ട്, അനുഗമനത്തെ ആരാധന കൊണ്ട് റീപ്ലേസ് ചെയ്ത് ജനത്തെ ആരാധനയിൽ കയറ്റി. ആരാധന നല്ലതാ മക്കളെ, ആരാധിച്ചുകൊണ്ട് ആരും സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തില്ല. ബൈബിളിൽ പറഞ്ഞു തരാം എവിടെയെങ്കിലും ഒരു വചനം ആരാധിച്ചുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നു. പകരം ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറില്ല. ഇങ്ങനെ പറഞ്ഞേക്കണേ, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തുള്ളൂ. പിതാവിന്റെ ഇഷ്ടത്തെ കുറിച്ചല്ലേ നമ്മൾ സഭകൾ നമ്മള് മേജറായിട്ട് പറയണ്ടേ? പക്ഷേ നല്ലൊരു വക സഭകൾ അതിനെക്കുറിച്ച് മിണ്ടുന്നു പോലുമില്ല. ആരാധനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും കബളിപ്പിക്കപ്പെട്ടതാ. സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാ, ദേവാസന്മാർ നിങ്ങളുടെ സ്നേഹം കൊണ്ടാ. നിങ്ങൾ എന്നെ കല്ലെടുത്ത് എറിഞ്ഞാലും ഒന്നുമില്ല എനിക്ക്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റണം, നിങ്ങളുടെ ബുദ്ധിഹീനരാകരുത്. ചുറ്റും കാണുന്നതിൽ മേജർ പങ്കും പിശാചിന്റെ കള്ള അപ്പസ്തലന്മാരാ. ഞാൻ പറയുന്നല്ല, ബൈബിൾ പറയുന്നതാ. കാരണം റൈറ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ബൈബിളിലെ റൈറ്റ് ആയിട്ടുള്ള സന്ദേശം പറയും. അതുകൊണ്ട് ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവത്തിന്റെ വചനം പറയാണ്, സാത്താൻ പോലും പ്രഭാപൂരമായ മാലാഖയുടെ വേഷം അണിയുന്നു. അതുകൊണ്ട് അവന്റെ ദാസന്മാര് നീതിയുടെ ശുശ്രൂഷയുടെ വേഷം അണിയുന്നതിൽ അത്ഭുതമില്ല. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അപ്പൊ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. ഈ കൊച്ചായുസേ ഉള്ളൂ, ഇതിന് വേണം എല്ലാവരെയും സ്നേഹിക്കാനും നട്ടലോടുകൂടെ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് പറയാൻ. അത് അങ്ങനെയല്ലെങ്കിൽ വചനപ്രകാരം തിരുത്താമെന്ന് പറയാൻ. എന്തുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ അത് നല്ലൊരു വന്നത് പറയാത്ത? ഞാൻ പറഞ്ഞ ആരും കേട്ടിട്ടില്ലാണോ? ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം അല്ല എങ്കിൽ സഹോദരങ്ങളെ ദയവ് ചെയ്ത് എന്നെ വചനം ചൂണ്ടിക്കാണിച്ച് തിരുത്തണമെന്ന് പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ടാകണം. പകരം ഞങ്ങളുടെ സംഘടന ഇങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞവരെ കണ്ടിട്ടുള്ളൂ. സംഘടനയൊക്കെ വിട്, പകരം ദൈവവചനത്തെ അടിസ്ഥാനോട്. അപ്പൊ ഇപ്പോ 2 യജമാനന്മാരാ ഉള്ളത് ഭൂമിയുടെ മേളിൽ. 2 യജമാനന്മാരാ. ഒന്ന്, എന്റെ അഭിപ്രായം, യേശുവിന്റെ അഭിപ്രായം, ഒന്ന് അത്യുന്നതനായ തന്റെ അപ്പൻ സ്വർഗസ്ഥ പിതാവ്. 2, ഇത് ഇലീഗലായിട്ട് കൈവച്ചിരിക്കുന്ന പിശാച്. യഥാർത്ഥത്തിൽ ഇത് ആക്ച്വലി ഭൂമിയുടെ മുകളിലുള്ള ഈ അധികാരം യേശുവാണ് ഇതിന്റെ അവകാശി. ഇത് യേശുവിന് കൊടുക്കാമെന്ന് പിതാവ് പറഞ്ഞതും കൂടെയാ. അത് വ്യക്തമായിട്ട് തിരിച്ചറിയണം. യേശുവിന് കൊടുക്കാമെന്ന് പിതാവ് പറഞ്ഞതാ. യേശുവിന് മാത്രമല്ല നമുക്കും തരാമെന്ന് പറഞ്ഞതാ. പക്ഷെ കൈ കിട്ടണ്ടേ? കൈ കിട്ടിയാലേ തരാൻ പറ്റൂ. കൈ കിട്ടും. അപ്പൊ നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇതിനു മുകളിൽ യഥാർത്ഥ അവകാശി യേശുവാണ്. വായിച്ചാട്ടെ, എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. യേശു ക്രിസ്തു സൃഷ്ടിയുടെ അവകാശിയാണ്. സൃഷ്ടിയിൽ മുഖാന്തരമാണ്. പിതാവാണ് കാരണഭൂതൻ. പിതാവാണ് സൃഷ്ടിച്ചത്. ക്രിസ്തു മുഖാന്തരമാണ് സൃഷ്ടിച്ചത്. ഒരു കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും പോലെ, പിതാവും മാതാവും പോലെ. പിതാവ് കാരണഭൂതൻ, മാതാവ് മുഖാന്തരം. സ്വർഗീയ ഭവനത്തിൽ സ്വർഗീയ പിതാവ് കാരണഭൂതൻ, യേശു ക്രിസ്തു മുഖാന്തരം. അങ്ങനെ മുഖാന്തരമായി യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ചിട്ട് യേശു ക്രിസ്തുവിനെ അവകാശിയാക്കി വെച്ചു. വായിച്ചാട്ടെ, എബ്രായ ലേഖനം 1:2. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഞാൻ നുണയൊന്നും പറഞ്ഞില്ലല്ലോ. ക്രിസ്തു മുഖാന്തരം ലോകത്തെ ഉളവാക്കിയിട്ട് പുള്ളിക്കാരനെ, അതായത് നമ്മുടെ ക്രിസ്തുവിനെ, നമ്മുടെ കർത്താവിനെ അവകാശിയാക്കി വെച്ചു. അവകാശി. വചനത്തിൽ തെറ്റുപറ്റിയൊന്നുമല്ലല്ലോ. എബ്രായ ഭാഷയോ ഗ്രീക്ക് ഭാഷയോ എന്ത് വേണമെങ്കിലും കൊണ്ടുവന്നു അവകാശിയാക്കി വെച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇത് ആമേൻ പറയാൻ നമുക്ക് എന്താ കഴിയാത്ത? കാരണം 4-ാം നൂറ്റാണ്ടിൽ തെറ്റായി പഠിപ്പിച്ചു വെച്ചു അല്ലെ. അപ്പൊ ഈ കോയിക്കലും കൊണ്ടുവന്നു ഇതൊക്കെ ശരിയാവില്ല, അതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് വെച്ചു. അങ്ങനെയല്ല, വചനം മാറ്റരുത്. അങ്ങനെ തന്നെയാ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അവകാശിയാക്കി വെച്ചു. ഈ അവകാശിയോട് പിതാവ് പറയാണ്, നീ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിനക്ക് ഭൂമിയെ അവകാശമാക്കി തരും. കേട്ടിട്ടുണ്ടോ അങ്ങനെ? എവിടെയും പറയണേ. ഓൾറെഡി ക്രിസ്തു ഉടമസ്ഥനാണ്. ഇപ്പൊ ഇതിനെ അവകാശിയാക്കണേ? അവകാശമാക്കി വെച്ചിരിക്കുകയാണ്. ഈ അവകാശിയോട് പറയാണ്, ഞാൻ നിനക്ക് അവകാശമാക്കി തരുമെന്ന്. ഇവിടുന്ന് കോയിക്കലൊന്നും വർക്കിയില്ല എന്റെ പൊന്നു മക്കളെ. വായിച്ചാട്ടെ, സങ്കീർത്തനം 2-ാം അധ്യായം
ഇവിടെ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ചും കർത്താവ് യേശുവിനെ കുറിച്ചും പറയുന്ന അവർക്കെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നതിനെതിരെ ദൈവം അവരെ നോക്കി പരിഹസിക്കുന്നതിനെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പുത്രനോട് പറയാണ്, എന്നോട് ചോദിച്ചോ, നിനക്ക് ഭൂമിയല്ല ഞാൻ അവകാശമാക്കി തന്നേക്കാം. ഓക്കെ, അപ്പോ ലോർഡ് ഐ ലവ് യു. അതിന്റെ 1ഉം 2ഉം ആദ്യം ഒന്ന് വായിച്ച സിസ്റ്ററെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. അപ്പോ ഇവിടെ പറയാണ്, ഭൂമിയിലെ രാജാക്കന്മാർ യഹോവ എന്ന് വെച്ചാൽ സ്വർഗസ്ഥ പിതാവ്, അഭിഷിക്തൻ എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവായ യേശു ദൈവത്തിന്റെ പുത്രൻ. ഇവർ രണ്ടുപേർക്കുമെതിരെ ഭൂമിയിലെ ഭരണാധികാരികൾ തിരിയുകയാണ്. അപ്പോ സ്വർഗസ്ഥ പിതാവ് അവരോട് പറയുന്ന ഒരു രംഗമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോപത്തോടെ പറയുന്ന രംഗമാണ് ഇവിടെ പറയുന്നത്. അതിന്റെ 6ഉം 7ഉം 8ഉം ഒന്ന് വായിച്ച്. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. മനസ്സിലായോ? അപ്പോ നീ എന്റെ പുത്രൻ, നീ എന്നോട് ചോദിച്ചോ, ഞാൻ നിനക്ക് എന്നാ തരും? ഞാൻ നിനക്ക് ഭൂമിയെ അവകാശമാക്കി തരും, രാഷ്ട്രങ്ങളെ നിന്റെ കയ്യിലേൽപ്പിക്കും. മനസ്സിലായോ? പിതാവ് പുത്രനോട് പറയാണ്, ഞാൻ നിനക്ക് ഭൂമിയെ അവകാശമാക്കി തരുമെന്ന്. അപ്പൊ ഒരാൾ അവകാശമാക്കി അയാളല്ലേ ഉടമസ്ഥൻ. വേറൊരാൾക്ക് തരാമെന്ന് പറഞ്ഞാൽ അത് അവകാശിയിലേക്ക് കിട്ടുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഇത് തന്നെയല്ലേ എബ്രായർ 1:2 പറയുന്നേ, പുത്രൻ മുഖാന്തരം സകലത്തെ സൃഷ്ടിച്ചു, പുത്രനെ സകലത്തിൽ അവകാശിയാക്കി വെച്ചു. ഇവിടെ പറയാണ്, ഈ അവകാശം നിനക്ക് തരാമെന്ന്. പക്ഷെ ഇപ്പൊ അത് ആരുടെ കയ്യിൽ ഇരിക്കണേ? ഇപ്പൊ അതിരിക്കുന്നത് പിശാചിന്റെ കയ്യിലായി. കാരണം മനുഷ്യൻ ആദമാണ് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയെ പിശാചിന്റേതാക്കി മാറ്റിയത്. പിശാചിനെ പോയി അനുസരിച്ചു. ശരിക്കും ഈ ഭൂമിയുടെ മുകളിൽ അധികാരം ദൈവം കൊടുത്തത് ആർക്കാ? ആദത്തിന്. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അതിന്റെ 26-ാം വാക്യവും 28-ാം വാക്യവും പറയുന്നത്. ദൈവം പറയാണ്, നമുക്ക് മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ പറയാണ്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. പുത്രനോടാണ് ഈ പറയുന്നത് മുഴുവൻ, മുഖാന്തരമായ പുത്രനോട്. ഇനി അതിന്റെ 28-ാം വാക്യം പറയാണ്, ദൈവം അവരെ അനുഗ്രഹിച്ചിട്ട് മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യനെ അനുഗ്രഹിച്ചിട്ടോ പറയാണ്, സന്താനപുഷ്ടിയുള്ളവനെ പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി വാണോളാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. കണ്ടോ? ദൈവം ആർക്ക് കൊടുത്ത ഈ സാധനം? ഈ സംഭവം ആർക്ക് കൊടുത്തതാ? ആറതിന് കൊടുത്തതാ. 1:28 വായിച്ച സിസ്റ്ററെ, ഉൽപ്പത്തി 1:28. Lord, I love you. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്നവരോട് കൽപ്പിച്ചു. 115:16 വായിച്ചോട്ടെ. സങ്കീർത്തനം 115:16. ഇവിടെ പറയാണ്, ദൈവം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തു. എന്നിട്ട് പറയണം, അതിന് വാണോളാൻ പറഞ്ഞു. അതിൽ നീ വാണോ? ഇന്നും ഭൂമി മനുഷ്യന്റെ പേരിൽ തന്നെ കിടക്കണേ. പക്ഷെ വിഷയം ഞാൻ മനുഷ്യനെ ആര് സ്വന്തമാക്കി? പിശാച് സ്വന്തമാക്കി. കാരണം ദുബായിക്കാരൻ ഭർത്താവ് ഇതെല്ലാം ചെയ്തു, തന്റെ ഭാര്യയുടെ പേരിൽ സ്ഥലം മേടിച്ചു, വീടും വെച്ചു, എല്ലാ പരിപാടിയും ചെയ്തു. പക്ഷെ ഭാര്യ ആര് സ്വന്തമാക്കി? ഇലീഗലായ കാമുകൻ സ്വന്തമാക്കി. ഇതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. സംഭവം ഇപ്പോഴും ഭാര്യയുടെ പേര് തന്നെ കിടക്കണേ. അതുകൊണ്ടാണ് 115 സങ്കീർത്തനം 16-ാം വാക്യം പറയുന്നത്, സ്വർഗയുടെ സ്വർഗമാണ് ഭൂമിയെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. വായിക്കേ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. കേട്ടോ? അപ്പൊ കാര്യം ക്ലിയർ ആയില്ലേ? ആധാരം. സ്വർഗം യഹോവയുടെ സ്വർഗമാണ്, ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമി മനുഷ്യർക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ട് മനസ്സിലാക്കി, എന്റെയും നിങ്ങളുടെയും കയ്യിലാണ് തന്നേക്കണേ. പക്ഷേ
നമ്മൾ പിശാചിന്റെ സിസ്റ്റത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ മുഖാന്തരം ഭൂമി ശപിക്കപ്പെട്ടാണ്. ഇതല്ലേ ദൈവം ഈ ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് ദൈവം പറഞ്ഞിട്ടില്ലേ ആരത്തോട്? നീ മുഖാന്തരം ഇത് മൊത്തമുണ്ടായ പ്രശ്നമുണ്ടായ, നീ മുഖാന്തരമാണ് ഭൂമി ശപിക്കപ്പെട്ടു പോയത്. അതായത് ഭൂമിയിൽ മേൽ പിശാച് അധികാരം എടുത്തേന്ന്. പിശാചിന്റെ സാന്നിധ്യമാണ് ശാപം, ദൈവത്തിന്റെ സാന്നിധ്യമാണ് അനുഗ്രഹം. നീ മുഖാന്തരമാണ്. ഗൾഫിൽ നിന്ന് ആ ഭർത്താവ് വന്നിട്ട് സങ്കടത്തോട് പറഞ്ഞത്, നീ കാരണമാണ് എനിക്കിതെല്ലാം നഷ്ടമായത് എന്ന് പറയുന്നത് പോലെ ദൈവം പറയുകയാണ്, സങ്കടത്തോടെ അല്ല, ഉള്ള കാര്യം പറയാ, നീ മുഖാന്തരം ഭൂമി ശപിക്കപ്പെട്ടു. പിശാചി കേറി ഏറ്റെടുത്തത് നീ മുഖാന്തരം. ഇതുകൊണ്ട് ദൈവവചനം പറയുന്ന ഏക മനുഷ്യനെ പാപം, പാപത്താൽ മരണവും, മരണത്തിന്റെ അധികാരിയെ പിശാചി ലോകത്തിൽ കയറി വന്നു, മനുഷ്യന്റെ ലോകത്തിലേക്ക് കയറി വന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പിശാചിന് പോയി കീഴടങ്ങിയ ശേഷം ദൈവം പറയുന്നത് കേൾക്കാം മാനത്തോട്. അതിന്റെ 17-ാം വാക്യത്തിൽ വായിച്ചാട്ട് സിസ്റ്റർ. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. കേട്ടോ, നിന്റെ നിമിത്തമാണ് ഭൂമി ശപിക്കപ്പെട്ടു പോയത്. നിന്റെ നിമിത്തം. ദൈവം വ്യക്തമായിട്ട് വിരൽ ചൂണ്ടിയാ പറയാം, നിന്റെ നിമിത്തം. കാരണം ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ഇതാരുടെ കയ്യിലേക്ക് കിട്ടി? പിശാചിന്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവും പിശാചും തമ്മിൽ ഭൂമിയിൽ വന്നപ്പോൾ ഒരു സംസാരം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സംസാരം ഉണ്ടായപ്പോ യേശുക്രിസ്തുവിനോട് പിശാച് പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുവാണ്. മനസ്സിലായോ? ഉടനെ നമ്മുടെ സിസ്റ്റപ്രകാരമാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? അതെങ്ങനെയാ പിശാചേ, എന്റെ അല്ലേ എന്ന് പറഞ്ഞാലേ? അല്ല, അവകാശിയാണ്, അവകാശിയാണ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ആ സംഭാഷണം നമുക്ക് കേൾക്കാം. 4-ാം അധ്യായം 5-ാം വാക്യം മുതൽ വായിച്ചു. 5 മുതൽ 7 വരെ. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. അപ്പോ ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എത്ര പേര് യേശുവിന് ഭൂമിയെ അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞു? യേശുവിനോട്. ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു വാക്യം വായിച്ചല്ലോ, ഓർക്കണോ? സങ്കീർത്തനത്തില് ഒരു ക്ലൂ തന്നതാണ് ഞാനിപ്പോ. അതിലാരാ യേശുവിനോട് പറഞ്ഞേ ഞാൻ നിനക്ക് ഭൂമിയെ അവകാശമാക്കി തരാന്ന്? പിതാവായത്. അപ്പൊ മനസ്സിലായില്ലേ, ഇതാണോ ഒരു ഉടമസ്ഥനെന്ന്? ഒറിജിനൽ ഉടമസ്ഥൻ. അപ്പൊ ഇപ്പൊ വേറെ ആൾ പറയുന്നു ഞാൻ തരാന്ന് ഭൂമിയിലെ സകലത്തും. ആ വേറെ യജമാനെ കണ്ടോ? ഇയാളാരാ? പിശാച് അല്ലേ? അപ്പൊ 2 യജമാനന്മാരെ കണ്ടോ? 2 യജമാനന്മാര് യേശുവിനോട് പറയാണ് ഭൂമിയെ തന്നേക്കാണ്, ഭൂമിയുടെ അധികാരം തന്നേക്കാണ്. വൃതം കിട്ടിയ ആദ്യത്തെ ആള്, സങ്കീർത്തനത്തിൽ കണ്ട ആള് യേശുക്രിസ്തുവിന്റെ അപ്പനാണ്. ഒറിജിനൽ അവകാശിയായ യേശുക്രിസ്തുവിന് കൊടുക്കാമെന്നാണ് നേരത്തെ പറഞ്ഞേക്കണേ. അവകാശിയാക്കി വെച്ചു, ഇപ്പൊ നിനക്കത് അവകാശമാക്കി തരാമെന്ന് പറയും. ഇവിടെ പിശാച് എന്ന ഇലിഗലായ യജമാനൻ പറയാണ് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ അതിന്റെ അർത്ഥം എന്റെ കീഴിലങ്ങ് നിന്നാ മതി, എന്റെ കീഴിലങ്ങ് നിന്നാ മതി. ഭൂമിയിലെ സകല മഹത്വവും സകല ഭരണവും ഞാൻ നിന്റെ തരാം. വൃതം കിട്ടിയ അപ്പോ 2 യജമാനന്മാർ
ഒന്ന് സ്വർഗസ്ഥ പിതാവ്, രണ്ട് ഫിസിക്കലായിട്ടുള്ള യജമാനൻ. ഇവർ രണ്ടുപേരും യേശുവിന് വാഗ്ദത്തം ചെയ്യുകയാണ് ഭൂമിയെ തരാമെന്ന്. പക്ഷെ യേശു ഈ വാഗ്ദത്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഈ വാഗ്ദത്തം ഏറ്റെടുക്കുവാൻ യേശു ക്രിസ്തു തയ്യാറല്ല. കാരണം യേശുവിന് അറിയാം താൻ ഓൾറെഡി ആരാണ്, ഇതിന്റെയൊക്കെ അവകാശിയാണ്. ഇത് ദൈവം വെച്ച വ്യവസ്ഥയിലൂടെ താൻ അവകാശമാക്കും. ഹല്ലേലൂയ. ഇതിന്റെ ഭരണം താൻ ഏറ്റെടുക്കും. യേശുവിന് അറിയാം. അങ്ങനെ താൻ ഇതിന്റെ അവകാശിയാകുകയും ഇതിനെ മുഴുവൻ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുമെന്നാണ് എന്റെ അപ്പം പറഞ്ഞേക്കണേ. അതുപോലെ സംഭവിക്കാൻ തന്നെ ചെയ്യും. എവിടെ പറഞ്ഞു? സങ്കീർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ നീ അവരെ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കും. വായിക്കാം. സങ്കീർത്തനം 2-ലേക്ക് മടങ്ങി വന്നാൽ നമുക്ക് കാണാം. തുടർന്ന് ആ വാഗ്ദത്തം നിറവേറാൻ പോകുന്നു നമുക്ക് കാണാം. സങ്കീർത്തനം 2-ലേക്ക് മടങ്ങി വരുമ്പോ ഓളോടെ എല്ലാവരും അതിന്റെ 7, 8, 9 വായിച്ച്. ഞാൻ ഒരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ ഏറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. മനസ്സിലായി? ഇരുമ്പുകോൽ കൊണ്ട് അവരെ തകർക്കുന്ന വെച്ചാൽ അവരുടെ മേലുള്ള ഭരണം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇരുമ്പുകോൽ കൊണ്ടുള്ള ഭരണമായിരിക്കും. ഇരുമ്പ് സകലത്തെ തകർത്തുടച്ചു കളയും. ഇനി നമുക്ക് കാണാൻ കഴിയും ഈ യേശുവിന് കൊടുത്ത ഇതേ വാഗ്ദത്തം യേശുവിന് മാത്രമല്ല, യേശുവിനുള്ള എല്ലാ ദൈവപുത്രന്മാർക്കും ഇതുണ്ട്. അപ്പൊ നമുക്ക് ക്രിസ്തുവിനുള്ള നമുക്കും ഭൂമിയെ അവകാശമാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മത്തായി സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയാണ് ഇവർ ഭൂമി അവകാശമാക്കുന്നു. യേശു മാത്രമല്ല, യേശുവിലുള്ള നമ്മളും ഭൂമിയെ അവകാശമാക്കും. നമ്മൾ ഭൂമിയെ അവകാശമാക്കിയാൽ നമ്മൾ ഭൂമിയെ അവകാശമാക്കിയാൽ ദൈവത്തിന് നഷ്ടപ്പെട്ടത് നമ്മൾ തിരികെ കൊടുത്തില്ലേ? ദൈവത്തിന് തിരികെ കിട്ടിയില്ലേ? വീണ്ടും ജനിച്ചത് മാത്രം പോരാ, പറഞ്ഞ പോരാ, ദൈവത്തിന് നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കുന്നവരായി തീരണം. അതായത് ജയിക്കുന്നവരായി തീരണം. വായിച്ചേ മത്തായി 5:5. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കി. ഇതല്ലേ യേശു പറയുന്നേ? എങ്ങനെ സൗമ്യത കിട്ടും എന്നാണ് നിങ്ങൾ ചോദിക്കണേ. യേശു പറഞ്ഞില്ല ഞാൻ സൗമ്യതയിൽ താഴ്മയുള്ളവനാകെ എന്റെ മുഖം വെച്ച എന്നോട് പഠിക്കേ, അപ്പൊ നിനക്ക് കിട്ടും സൗമ്യത, അപ്പൊ നീയും ഭൂമിയുടെ അവകാശിയാകും. ഹല്ലേലൂയ. നിനക്കും കിട്ടും സൗമ്യത. സൗമ്യതയുള്ള ഭൂമിയെ അവകാശമാക്കും. അപ്പൊ ഭൂമിയെ അവകാശമാക്കണ്ടേ യേശുവിനോട് ചേർന്ന്? ഹല്ലേലൂയ. അപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 12-ാം അധ്യായത്തിൽ സൂര്യനെ ഒഴിഞ്ഞൊരു സ്ത്രീയുണ്ട്. അവളുടെ കഴുത്തിൽ ചന്ദ്രനുണ്ട്, തലയിൽ 12 നക്ഷത്രങ്ങളുണ്ട്. അവൾ ഗർഭിണിയാണ്, വേദനപ്പെട്ട് നിലവിളിക്കുകയാണ്. തന്റെ ഉദരത്തിൽ നിന്ന് ഒരു ആൺകുട്ടി ജനിക്കുകയാണ്. ആ കുട്ടിയെ വിഴുങ്ങാൻ വേണ്ടി മഹാസർപ്പം, 7 തലയുള്ള മഹാസർപ്പം മുമ്പേ നിൽക്കുന്നു. ആ കുട്ടി പ്രസവിക്കപ്പെടുന്നു. എന്തിനാണ്? ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുകയും എല്ലാ രാഷ്ട്രങ്ങളെയും ഇരുമ്പുകോൽ കൊണ്ട്, എന്റെ പോയിന്റ് ഇരുമ്പുകോലാണ്, ഇരുമ്പുകോൽ കൊണ്ട് വാഴാനുള്ള ആൺകുട്ടിയെ പ്രസവിക്കുകയാണ്. അപ്പോ ഇരുമ്പുകോൽ കൊണ്ട് വാഴൂ എന്നുള്ള ആ വാഗ്ദത്തം ആർക്കാണ്? യേശു ക്രിസ്തുവിനാണ്. സങ്കീർത്തനം 2:9 യേശു ക്രിസ്തുവിനാണ് ഇരുമ്പുകോൽ കൊണ്ട് വാഴൂ എന്നുള്ള വാഗ്ദത്തം. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന ആ ശിശു ഇരുമ്പുകോൽ കൊണ്ട് വാഴാൻ വേണ്ടിയാണ് ജനിക്കുന്നത്. ഇനി ആ ശിശുവിൽ വായിച്ചാട്ടെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഓ ലോഡ് ഐ ലവ് യു. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം വായിച്ചു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം.
അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അവൾ എന്ന് പറയുന്നത് സഭയാണ്. ഇസ്രായേൽ ജനത്തിൽ നിന്നും ജാതികളിൽ നിന്നും വിളിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മണവാട്ടിയായിരുന്ന സഭ. അവൾ സകല ജാതി അതാണ് വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. സകല ജാതികളെ ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. എന്തുകൊണ്ട് മേയ്ക്കാനുള്ള? ഇരുമ്പുകോൽ കൊണ്ട്. ഇത് ആരുമായിട്ട് ചേരുന്നുണ്ട്? സങ്കീർത്തന 2 പറഞ്ഞ യേശുവിനോടുള്ള വാഗ്ദത്തവുമായിട്ട് ചേരുന്നുണ്ട്. അവിടെ അവൻ ഇരുമ്പുകൾ കൊണ്ട് രാഷ്ട്രങ്ങളെ മേയ്ക്കും പറഞ്ഞു. ഇവിടെയും പറയുന്നു ആ കുട്ടി ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കും. മനസ്സിലായോ? അപ്പോ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് യേശു ക്രിസ്തു മാത്രമല്ല, ഇതിന്റെ തലയാണ് ക്രിസ്തു. ആ കുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയാണ്, ജയം പ്രാപിച്ച സഭ. അതാണ് സ്ത്രീയുടെ സന്തതികളിൽ. സിസ്റ്ററെ അവിടെ നിന്ന് ഓഫ് ചെയ്ത് ആ സംസാരിക്കുന്നൂടെ. ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ തലയാണ് ക്രിസ്തു. കുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ബോഡിയാണ്. അതാണ് യേശുവിൽ ജയം പ്രാപിക്കുന്ന ജനത്തിന്റെ കൂട്ടം. അതുകൊണ്ടാണ് അതിന്റെ താഴെ പറയുന്നത് സ്ത്രീയുടെ സന്തതി എടുക്കപ്പെട്ടു, പക്ഷെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ. അപ്പൊ സന്തതി ഒരാളേ ഉള്ളൂ, ഒറ്റ ആളായിട്ടാണ് കാണിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മളെ ഒരു മനുഷ്യനായി, ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുക. അതിന്റെ തല ക്രിസ്തുവാണ്. ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ മഹാസർപ്പം മരുഭൂമി നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോ എന്തിനെന്ന് പറയണേ, ആ ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലെ ഒരു കുട്ടിയല്ല, ഒരു കൂട്ടം ജനമാണ്. അതിന്റെ തലയാണ് ക്രിസ്തു. അപ്പോ അത് നിങ്ങൾക്ക് ഒന്ന് താഴെ പറഞ്ഞു തരാം. ഇനി ഓൾറെഡി കുട്ടി പ്രസവിക്കപ്പെട്ടല്ലോ. ഇനി താഴേക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് ലോർഡ് ഐ ലവ് യു. അതിന്റെ 17-ാം വാക്യത്തിൽ പറയാണ് അവളുടെ സന്തതി എന്ന് പറഞ്ഞാൽ ഒരാളാ. പക്ഷെ സന്തതി ഒരാളല്ല, അനേകം പേരുണ്ടെന്ന് തെളിയിക്കുന്ന സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ മഹാസർപ്പം നിൽക്കുന്നതിനെ കുറിച്ചാണ് അതിന്റെ 17-ാം വാക്യത്തിൽ 12-17 എന്നത് വായിക്കാം. മഹാസർപ്പം സ്ത്രീയോടും, എടുത്തെങ്കിൽ വായിച്ചു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. നോക്കിയേ, അവരുടെ സന്തതി ശേഷിപ്പുള്ളവർ. അപ്പൊ സന്തതി ഏകവചനമാണ്. അതിൻ്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? അനേകരുണ്ട്, ശേഷിപ്പുള്ളവരുണ്ട്. മനസ്സിലായോ? അപ്പൊ ആദ്യ ഫലം ക്രിസ്തു, അത് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി ക്രിസ്തുവിലുള്ളവർ ക്രിസ്തുവിന്റെ വരവിങ്കൽ. ഇതെല്ലാം കൂടെ ഒരു സന്തതിയായിട്ടാണ് കാണുന്നത്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ കാണാം, യഹൂദന്മാരെയും യവനന്മാരെയും ക്രൂശിൽ വെച്ച് തന്നിൽ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിപ്പാൻ. ഒരൊറ്റ പുതു മനുഷ്യൻ, പലരായിട്ടല്ല. അപ്പൊ ഇത്രയും പേര് ചേർന്നുകൊണ്ട് ക്രിസ്തുവിൽ, അതായത് ക്രിസ്തു തല ആയി തന്നിൽ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ ഓ ലോർഡ് ഐ ലവ് യു അതിന്റെ 14-15 ഒന്ന് വായിച്ചോളൂ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി, വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും. അപ്പൊ ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ടോ? ഒരൊറ്റ പുതിയ മനുഷ്യനാണ്, ഒരൊറ്റ പുതു മനുഷ്യൻ. പക്ഷേ എത്ര പക്ഷമുണ്ട്? 2 പക്ഷമുണ്ട്. യഹൂദന്മാരുണ്ട്, ജാതികളുണ്ട്, അതായത് അനേകരുണ്ട് അതില്. പക്ഷെ എല്ലാവരും കൂടെ തന്നിൽ വെച്ചാൽ ക്രിസ്തുവിൽ ഒറ്റ പുതിയ മനുഷ്യൻ. ക്രിസ്തുവാണ് എന്റെ തല. നമ്മളെല്ലാം അതിന്റെ ക്രിസ്തുവാന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. മനസ്സിലായോ? ക്രിസ്തുവിൽ നമ്മൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇപ്പൊ ക്രിസ്തു ഇരുമ്പുകോൽ കൊണ്ട് വാഴുമെന്ന് ഉറപ്പായല്ലോ.
അപ്പൊ നമുക്ക് ഭൂമി അവകാശമാക്കി തരും. നമ്മള് മത്തായി 5:5 കേട്ടില്ലേ? സൗഹൃദമുള്ള ഭാഗ്യവാൻ ഭൂമിയെ അവകാശമാക്കുന്നു. അപ്പൊ നമ്മൾ ഭൂമി ഇരുമ്പുകൾ കൊണ്ട് വാഴണ്ടേ? വേണ്ടേ? അപ്പൊ അതിന്റെ വചനം വേണ്ട. അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് ക്രിസ്തു മാത്രമാണെന്ന്. അപ്പോ അതിന്റെ വചനമാണ് തുയഥൈരയിലെ സഭയോട് യേശുക്രിസ്തു പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ തുയഥൈരയിലെ സഭയോട് യേശുക്രിസ്തു പറയാണ്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം നീ ചെയ്താൽ എന്റെ പിതാവ് എനിക്ക് രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തന്നിരിക്കുന്നു. പിതാവ് വാഗ്ദത്തം ചെയ്തു, നിനക്ക് രാഷ്ട്രങ്ങളെ തരാമെന്ന് പറഞ്ഞില്ലേ? അത് തന്നു. അപ്പോ അതുപോലെ ഞാൻ നിങ്ങൾക്കും തരും രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം. മനസ്സിലായോ? പിതാവ് എവിടെ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കാന്ന് പറഞ്ഞ യേശുവിനോട്? സങ്കീർത്തനം 2 നമ്മൾ നേരത്തെ കേട്ടില്ലേ? യേശുവോട് ചോദിച്ചോട്, ഞാൻ രാഷ്ട്രങ്ങളെ നിനക്ക് അവകാശമായി തരും, ഭൂമിയുടെ അതിർത്തികൾ വരെ അവകാശമായി തരുമെന്ന്. അതെനിക്ക് കിട്ടി. അപ്പൊ ഞാനത് നിങ്ങൾക്കും തരാൻ പോവുകയാണ്. അതാണ് തുയഥൈര സഭയോട് പറയുന്നത്. ഓ ലോർഡ്, ഐ ലവ് യു. അതിന്റെ 26-27 വായിച്ചു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. കേട്ടോ? അപ്പൊ ഇരുമ്പുകൾ കൊണ്ട് ആരും മേയ്ക്കും? യേശു മാത്രമല്ല, യേശുവിലുള്ള നമ്മളും മേയ്ക്കും. പഠിത്തം കിട്ടിയ അപ്പൊ രണ്ടുപേർക്കും ഭൂമി അവകാശമായി കിട്ടും. യേശുവിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഭൂമിയെ വാഴുമെന്ന അർത്ഥം. അതായത് ആധിപത്യം യേശു ക്രിസ്തുവിന്റെ തോളിലിരിക്കും. ഓക്കെ. അതായത് യേശു 9:6 നമുക്ക് ശിശു ജനിച്ചിരിക്കുന്നു, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു എന്നൊക്കെ പേര് പെടും എന്ന് ക്രിസ്തുവിനെ 700 വർഷം മുമ്പ് പ്രവചിച്ചിരിക്കുമ്പോ അവിടെ പറയാണ് ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആ പ്രവചനം ഇതുവരെ നിറവേറിയിട്ടില്ല, അത് നിറവേറാൻ പോവുക. മനസ്സിലായോ? യേശു ക്രിസ്തുവിന് ഓൾറെഡി രാഷ്ട്രങ്ങളുടെ അധികാരം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കൂടി കിട്ടാനുള്ള വേണ്ടി കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇതാ യേശു ക്രിസ്തു ഈ ഭൂമിയുടെ അധികാരം പിടിക്കുവാനായിട്ട് കയറി വരുന്നത്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്. ജയിക്കണോട്ടോ, ജയിക്കാതെ പറ്റത്തൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്നത്തെ സഭാ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു പങ്ക് ജയിക്കൊന്നുമില്ല. കാരണം ആരാ ജയിക്കണമെന്ന് പറഞ്ഞത്? എല്ലാവരും പറഞ്ഞ ആരാധിക്കാനാ പറയണേ. പക്ഷെ യേശു മാത്രമേ ജയിക്കണമെന്ന് പറയുന്നുള്ളൂ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്. ഞാൻ കൽപ്പിച്ച പ്രവൃത്തി അവസാനത്തോളം അനുഷ്ഠിക്കണം. എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. ജാതികളുടെ മേലല്ല, നേഷൻസ് എന്നാണ് മലയാളം എഴുതിയപ്പോ ജാതിയായി പോയത്. രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം. ഇപ്പൊ രാഷ്ട്രങ്ങളുടെ പേരൊക്കെ പറയും. 1-2 രാഷ്ട്രങ്ങളുടെ പേര് പറയാമോ നിങ്ങൾക്ക്? രാഷ്ട്രങ്ങളുടെ പേര്. ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കുന്നു. നമുക്ക് അറിയാവുന്ന ഒരു രാഷ്ട്രമെങ്കിലും ഒന്ന് പറയാന്നേ. ഇന്ത്യ രാഷ്ട്രമല്ലേ? ചൈന, റഷ്യ, USA, കൊറിയ, UAE, സൗദി അറേബ്യ, ഇതൊക്കെ രാഷ്ട്രങ്ങളല്ലേ? കർത്താവിന്റെ വചനം പറയാ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തരുമെന്ന്. ഗവൺമെന്റ് ഭരിക്കാൻ പോണ മോളെ ഇനി നീയാണെന്ന്. രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തരും. പക്ഷെ ജയിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും? എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. ആരാ പറയുന്നത്? യേശു പറയുന്നേ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുവാണ്. അപ്പൊ ഇതിനൊക്കെ തയ്യാറായിക്കോളൂ. ഇതൊന്നും അറിയാതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊരു സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററായി സംഭവിക്കണം മുഴുവൻ ഇവിടെ. അപ്പൊ നമ്മള് ഇതിനെ ഒരു ഭക്തിമാർഗം മാത്രമാക്കി അവസാനിപ്പിക്കരുത്. ഒരു ഭാഗത്ത് ഭക്തിയുണ്ട്, മറുഭാഗത്ത് ഇത് ഒരു ഭരിക്കുന്ന കുടുംബത്തിന്റെ യാഥാർത്ഥ്യമാണ് നടക്കുന്നത്. ദൈവ കുടുംബത്തിന്റെ അതിലേക്ക് എന്നെയും നിങ്ങളെ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളായി ക്ഷണിച്ചിരിക്കുകയാണ്, വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇനി ഒന്നിന്റെ കാര്യം പറയാം. എങ്ങനെയാണ് പിശാചിന്റെ കയ്യിലേക്ക് ഈ ഭൂമി കിട്ടുന്നതും അത് ശാപഗ്രസ്തമായി പോകുന്നതും അതൊക്കെ ചില വാക്യങ്ങൾ മാത്രം നമുക്ക് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് അതിവേഗം ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ശ്രദ്ധിച്ചേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരുവൻ എന്തിനോട് തോക്കുന്നുവോ അതിന്റെ അടിമയായി പോകും. എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഭൂമി പോയത് അറിയണ്ടേ?
ഇതൊരു പ്രിൻസിപ്പിളാണ്. എന്തിനോട് നാം തോറ്റോ അതിന്റെ അടിമയായിപ്പോ. ഇത് മനുഷ്യൻ പിശാചിന്റെ അടിമയായിപ്പോ, മരണത്തിന്റെ അടിമയാണ്, ദ്രവത്വത്തിന്റെ അടിമയായിപ്പോയി. അപ്പൊ ഇനി ഓൾറെഡി സംഭവിച്ച ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പക്ഷെ ഇന്ന് ഇത് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ കീഴിൽ തന്നെ കിടക്കുക. ഈ പ്രിൻസിപ്പിൾ അറിയണം. 2 പത്രോസ് 2:19 കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുത്തൻ എന്തിനോട് തോൽക്കുന്നുവോ അതിന്റെ അടിമയായിപ്പോ. വായിച്ചേ. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ആദം പോയി പിശാചിനോട് തോറ്റു, പിശാചിനടിമയായി. പിശാചിനോട് തോറ്റു, പിശാചിനടിമയായി. ഒരുത്തൻ എന്തിനോട് തോൽക്കുന്നുവോ അതിന് അടിമയായി. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എപ്പോഴും ഓർക്കണം. ഇനി നമ്മൾ തോറ്റു കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ പറയുന്ന സുവിശേഷം അത് തന്നെയാണ്. നാം തോറ്റു കിടന്നിട്ട് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്. എന്താ യേശു പറഞ്ഞേ? നിങ്ങൾ കരയും കടലും പോയി ഒരുത്തനെ മർദ്ദിച്ചേർക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്കാ പോണേ? ഇരട്ടിച്ച നരകത്തിലേക്ക്, അല്ലേ? ഇരട്ടിച്ച നരകത്തിലേക്ക്, നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകസന്ധതിയാക്കുന്നവരെ. നിങ്ങൾ ഒരുത്തൻ കരയും കടലും കടന്ന് ഒരുത്തനെ മർദ്ദിച്ചേർക്കുന്നു, എന്നിട്ട് അവനെ ഇരട്ടിച്ച നരകയോഗ്യനാക്കും, നിങ്ങളെക്കാൾ ഇരട്ടിച്ച് നരകയോഗ്യനാക്കും. അപ്പൊ നിങ്ങൾ നരകത്തിലെ പോകണം, അവരും നരകത്തിലേക്ക് പോകണം. ഇതാണ് ഇവിടെ പറയുന്നത്. തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോ എപ്പോഴും നമ്മൾ സ്വതന്ത്രരായെങ്കിലും മറ്റുള്ളവരെ വലിച്ച് കരയെ കയറ്റാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ചെളിയിൽ നിൽക്കുക, ചെളിയിൽ നിൽക്കുന്ന വേറൊരാളെ വലിച്ചു കയറ്റാൻ നമുക്ക് പറ്റുമോ? നമ്മൾ അവരെ പൊക്കുമ്പോ അവരുടെ കൂടി കന നമ്മളെ വരാതെ നമ്മൾ കൂടുതൽ താന്നു പോകും ചെളിയിലേക്ക്. അപ്പൊ നമ്മൾ അവരെ രക്ഷിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കരയിൽ കയറണം, സോളിഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കണം. എന്നിട്ട് ഒരു കയറോ കമ്പോ ഇട്ട് കൊടുത്താൽ ആര് പിടിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കമ്പ് വലിക്കണം, അല്ലെങ്കിൽ കയറ് വലിക്കണം. അല്ലാണ്ട് നമ്മൾ ചെളിയിൽ നിന്നുകൊണ്ട് വേറൊരാളെ ചെളിയിൽ നിന്ന് കയറ്റാൻ നോക്കുന്നത് പോലെ ആകരുത് സുവിശേഷീകരണം. അതാ യേശു പറഞ്ഞു, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കാൻ കരയും കടലും ചുറ്റി സഞ്ചരിക്കുന്നു, ചേർന്ന ശേഷമോ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യരാക്കുന്നു. വേണമെങ്കിൽ ഇപ്പൊ കേട്ടോ, അല്ലെങ്കിൽ പോയി ബൈബിൾ വായിച്ചോ കേൾക്കണമെങ്കിൽ. ഈ ഭൂമിയിൽ സുവിശേഷം നിങ്ങളിത് കേൾക്കൂല. ഒന്നില്ലെങ്കിൽ യേശുവിന്റെ സുവിശേഷത്തിൽ പോകണം, അല്ലെങ്കിൽ വീട്ടിൽ പോയി ബൈബിൾ വായിക്കണം, അല്ലെങ്കിൽ ഷാജി ജോസഫിന്റെ സുവിശേഷത്തിന് മുമ്പിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് കേൾക്കൂല. ഇപ്പോഴത്തെ സുവിശേഷീകരണം എങ്ങനെയാണെന്ന് അറിയാമോ? സെൻസി കേട്ടോളൂ. മെജോറിറ്റി ഇരിക്കുന്നതിനെ ഒരാളൊരു തെറ്റ് പറഞ്ഞാൽ മറ്റേ ദേവദാസൻ മിണ്ടൂല. കാരണം ഞാൻ പറയുന്നത് തെറ്റ് നീയും മിണ്ടരുത്. അങ്ങനെ മിണ്ടാതെ വരുന്നത് വമ്പൻ തെറ്റിന്റെ ഒരു കൂട്ടമായി തീർന്നിരിക്കുകയാണ് സഭകളിൽ മേജർ ഭാഗം. നമ്മൾ നശിക്കാൻ പോവാണ്. നശിക്കരുത്. പിശാച് നമ്മളെ ആയുധമാക്കിയിരിക്കുകയാണ്. ഞാനൊരു തെറ്റ് പറയും, നീ മിണ്ടാതിരിക്കും. നീ ഒരു തെറ്റ് പറയും, ഞാനും മിണ്ടത്തില്ല. അങ്ങനെ തെറ്റുകൾ പറഞ്ഞു ഇത് കേട്ട ജനം ഈ തെറ്റ് ഏറ്റെടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദേവദാസനോട് ചോദിച്ചൊരു കാര്യം, അവരുടെ ജീവിതത്തിലെ ശുശ്രൂഷ ചെയ്തപ്പോ എനിക്ക് അധികാരം ഉള്ളതുകൊണ്ട് അവരോട് ചൂണ്ടിക്കാണിച്ചു, ഇങ്ങനെയല്ല ശുശ്രൂഷ, ഇതാണ് ബൈബിള് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഒരു ആദ്യം ഒന്ന് തർക്കിച്ചു വന്നെങ്കിലും ബൈബിളിലെ കാര്യം മനസ്സിലാക്കിയപ്പോ അവര് പെട്ടെന്ന് അടങ്ങി. ശുശ്രൂഷകൾ ശ്രദ്ധിക്കാനായി പറഞ്ഞു. എല്ലാവരും ഒന്ന് കേട്ടെ. നിങ്ങളൊക്കെ പറയാറില്ലേ, എന്ന് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതുന്ന ദിവസമാണ്, അല്ലേ? പറയാറില്ലേ സ്പിരിച്വാലിറ്റിയിലൊക്കെ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ പുസ്തകത്തിൽ എവിടെയാ പറഞ്ഞത്? ഈ ബൈബിളില് ഇത് എവിടെയാ പറഞ്ഞത്? നീ രക്ഷിക്കപ്പെടുമ്പോൾ അതിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നു.
നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയ സമയട്ടെ, എങ്ങും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളിതൊക്കെ എവിടെ നിന്ന് കിട്ടിയതൊക്കെ? ആരെങ്കിലും ഒരാൾ പറഞ്ഞപ്പോ നമ്മളത് കേട്ടു, പിന്നെ നമ്മൾ അതുപോലെ ആവർത്തിക്കുക. എന്റെ പൊന്നു സഹോദരങ്ങളെ, ജീവന്റെ ദിവസത്തിൽ പേരെഴുതുന്ന രക്ഷിക്കപ്പെടുമ്പോഴൊന്നും അല്ല, അതൊക്കെ ലോക സ്ഥാപനത്തിന് മുമ്പ് എഴുതിയേക്കണതാ. ഇനി പേരെഴുതാനൊന്നും പോണില്ല, ഇനി അത് മായ്ക്കാനേ പോണുള്ളൂ. പേനയല്ല യേശുവിന്റെ കയ്യിലിരിക്കണേ, റബ്ബറാ. ജയിക്കുന്നവന്റെ പേര് ഞാൻ ദിവസവും മായ്ക്കത്തില്ല. അപ്പൊ ജയിക്കുന്നവനെ മായ്ക്കാതിരിക്കത്തുള്ളൂ, അല്ലാത്തവരൊക്കെ പേര് മായ്ച്ചു കളയും. നമുക്ക് അതിനെക്കുറിച്ച് ക്ലാസ് വേറെ മുമ്പ് എടുക്കാം. മോശ രക്ഷിക്കപ്പെട്ടിട്ടില്ല, മോശയുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്, അറിയോ? ഇസ്രായേൽ മക്കളുടെ ഇടയിൽ താൻ വാദിക്കുമ്പോ, ദൈവത്തോട് സംസാരിക്കുമ്പോ ദൈവത്തോട് ഒരു കാര്യം എന്ന് പറഞ്ഞു, ദൈവമേ നീ എഴുതിയാൽ നിന്റെ പുസ്തകത്തിന് എന്റെ പേരെന്ന് മാറ്റാക്കാൻ. എന്റെ ഭാഷ പറഞ്ഞാൽ ദൈവം ഇങ്ങനെ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. നീ പറയുമ്പോ മാറ്റാനും നീ പറയുമ്പോ എഴുതാനിരിക്കുന്ന ആളല്ല ഞാൻ. ദൈവം ഇങ്ങനെ അങ്ങ് പറഞ്ഞു, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എന്ന് മാറ്റി കളയോ. മനസ്സിലായോ? അപ്പൊ പാവം മായ്ക്കണ പരിപാടിയുണ്ട്, എഴുതണ പരിപാടിയില്ല. എഴുതണൊക്കെ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള കുഞ്ഞാടിന്റെ ഈ പുസ്തകമാണ്, അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാതെ ഒളിച്ചു കൂവും. അപ്പൊ അടുത്തവൻ മിണ്ടാതിരിക്കും, അടുത്തവൻ അത് തന്നെ പാടും. അങ്ങനെ പാടി 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 ഇത് വലിയ കുഴപ്പമില്ലാത്ത, ഇതുകൊണ്ട് ആരും നരകത്തിലൊന്നും പോകത്തില്ല ഇത് പറഞ്ഞുകൊണ്ടൊന്നും. പക്ഷെ വേറൊരു സംഭവമുണ്ട്, ഇതുപോലത്തെ പലതും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള ദേവദാസൻ, തമാശയൊക്കെ പറയുന്ന ദേവദാസൻ, അദ്ദേഹം പറയുന്ന കാര്യം ഇതുകൊണ്ട് ചെയ്യുന്നത്, യേശു ക്രിസ്തു ദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം, യേശു ക്രിസ്തു അല്ലാതെ വേറെ ദൈവമില്ല, യേശു ക്രിസ്തു മാത്രം ദൈവം. ഇത് കേട്ടിരിക്കുന്ന അവിടെയുള്ള ദൈവദാസ് വെള്ളം ഇട്ടിരിക്കുന്ന എല്ലാവരും മിണ്ടാതിരിക്കുക. കുറെ പേര് കൈ ഉയർത്തി ഹല്ലേലൂയ പറയുന്നു. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ ക്രിസ്ത്യാനികളെ, അപ്പൊ യേശു ക്രിസ്തു മാത്രമാണ് ദൈവമെങ്കിൽ സ്വർഗസ്ഥ പിതാവിനെ കയറ്റോടിച്ചോ? ആരും ചോദിക്കാനില്ലേ? ആരും ചോദിക്കാനില്ലേ? ഇത് തിരുത്തി കൊടുക്കണം. അവിടെ വെച്ച് തെറ്റുകൾ ആർക്കും പറ്റും, തിരുത്തി കൊടുക്കണം. ഹല്ലേലൂയ. ഇത് തിരുത്തി കൊടുക്കാതെ മിണ്ടാതിരിക്കുക. എന്താ ഞാൻ തെറ്റു പറയുമ്പോ നീ മിണ്ടാതിരുന്നോളണം? അങ്ങനെയല്ല, തിരുത്തി കൊടുക്കണം. ശ്രദ്ധിച്ചേ, പിശാചിന്റെ ലക്ഷ്യം എന്താ? ഉടമസ്ഥനായ സ്വർഗസ്ഥ പിതാവിനെ പുറത്താക്കണം. അത്രയല്ലേ അവന്റെ ലക്ഷ്യം. നമ്മളിൽ സംഭവിച്ചില്ലേ അത്? ഇതേണ്ട സിയോൻ കിതാബിലെ പാട്ടുപുസ്തകം 12,000 പാട്ടുകളുള്ളതില് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളെ നിർത്തി എണ്ണിച്ച സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് 74 പാട്ടോ 76 പാട്ടോ ഉള്ളതില്. എവിടെ പോയി ബാക്കിയുള്ളതൊക്കെ? പിശാചി അവന്റെ ആളോട് മുക്കി, നമ്മൾ മിണ്ടാതിരുന്നു, അല്ലേ? മിണ്ടാതിരുന്നു. അങ്ങനെയല്ല, കുറെ പേര് എതിർക്കും. പക്ഷെ എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചു പേർക്ക് മനസ്സിലാവും. ദൈവമക്കൾ അതിന്റെ ഇടയിലുണ്ട്, അവർക്ക് മനസ്സിലാവും. എന്റെ പ്രിയ സഹോദരികളെ, മനസ്സിലാക്കുക, ഈ 2000 പാട്ടുള്ളതിന് 76 പാട്ട്, 100 പാട്ടെന്ന് കൂട്ടിക്കോ, അപ്പനെ കുറിച്ച് 5% പോലും ഇല്ലല്ലോ, ഇല്ലേ? അങ്ങനെ പുത്രനെ കൊണ്ട് അപ്പനെ ഒഴിവാക്കാനല്ല ക്രിസ്തു വന്നത്, പുത്രനിലൂടെ അപ്പനിൽ എത്തിച്ചേരാനാ വന്നത്. പർപ്പസ് മാറിപ്പോകരുത്. വഴി സത്യവും ജീവനും ഞാനാവുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമുക്ക് ഏകാത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അത് പിതാവിനെ ഒഴിവാക്കലല്ല, മറ്റൊരു ക്രിസ്തുവാണ് പിതാവിനെ ഒഴിവാക്കുന്നത്. ഒറിജിനൽ ക്രിസ്തു നമ്മൾ പിതാവുമായിട്ട് ഒന്നായി ഒരു കുടുംബമാക്കി മാറ്റി. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഈ പിതാവിന്റെ ആവശ്യം പറയുമ്പോൾ ഇതിനൊന്നും മാർക്കറ്റില്ല. പക്ഷെ അവസാനം മനസ്സിലാക്കുകയോ, ഇന്ന് നമ്മൾ യേശുവിനെയും കൊണ്ട്, അതായത് മറ്റൊരു യേശുവാണത്, യേശുവിനെയും കൊണ്ട് പിതാവിനെ ഒഴിവാക്കിയാൽ ഒറിജിനൽ യേശു ന്യായവിധി സമയത്ത് പിതാവിന്റെ പേര് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കും. അതാണ് മത്തായി 7:21 പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറില്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. അപ്പൊ അത് വളരെ ശ്രദ്ധയോടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പോ ഞാനൊരു തെറ്റ് പറഞ്ഞാൽ എന്റെ വചനത്തിലൂടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കണ്ടേ? കാരണം ഞാൻ തികഞ്ഞവനല്ല, പക്ഷെ തികഞ്ഞവനായ ക്രിസ്തു എന്റെ തലയാ. പക്ഷെ ഞാനൊരു തെറ്റ് പറഞ്ഞാൽ അത് ഡിനോമിനേഷൻ പ്രകാരം എതിർക്കാൻ പറയരുത്, വചനത്തിലെ ഇന്നിന്റെ കാര്യം പറയണം. ലക്ഷ്യത്തിൽ നിന്ന് അടർത്തിപ്പോകരുത്. ലക്ഷ്യം മാറില്ല ഒരിക്കലും. ദൈവത്തിന്റെ ലക്ഷ്യം ഞാൻ നിങ്ങൾ ക്രിസ്തുവിലൂടെ പിതാവിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. അതിന് വളരുന്നത് ക്രിസ്തു എന്ന തലയോളമാണ്. അത് വ്യക്തമായി കാര്യം മനസ്സിലാക്കുക.
എന്റെ പ്രിയ സഹോദരനെ, അല്ലാണ്ട് വേറൊരാൾ തെറ്റ് ചെയ്തു ഞാൻ മിണ്ടാതിരുന്നു, മിണ്ടിക്കഴിഞ്ഞാൽ എന്റെ സഭയെന്ന് പുറത്താക്കിയാലോ, മിണ്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം പറയാണ്, മിണ്ടിക്കഴിഞ്ഞാൽ അവര് പറയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് എന്നെയും പറയും, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. യേശുക്രിസ്തു ദൈവപുത്രനായതുകൊണ്ട് ദൈവം തന്നെയാണ്, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, പക്ഷെ അപ്പനായ അത്യുന്നതനായ ദൈവമല്ല, മൃഗസ്ഥ പിതാവല്ല, ആ പിതാവിന്റെ മകനാണ്. നിങ്ങളുടെ മകൻ മനുഷ്യനായിരിക്കുന്നത് പോലെ, നിങ്ങൾ മനുഷ്യരായിരിക്കുന്നത് പോലെ മകന് മനുഷ്യനായിരിക്കുന്നത് പോലെ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തുവും ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അവകാശി, ഓണർ അല്ല, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന രംഗം മനസ്സിലാക്കുക. ഒരുവൻ എന്തിനോട് തോക്കുന്നു അതിന്റെ അടിമയാണ്. ആദം പോയി പിശാചിനോട് തോറ്റു. എങ്ങനെ? ഹൗവ മുഖാന്തരം. അന്ന് ഹൗവ, ഇന്ന് സഭ. മനസ്സിലായോ? അന്ന് സഭ ഹൗവ മുഖാന്തരം ആദം തോറ്റു. പക്ഷേ ഇന്നത്തെ സഭ പിശാചിനെ യേശുവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഒറിജിനൽ യേശു തോക്കത്തില്ല. മറ്റതൊരു ഡ്യൂപ്ലിക്കേറ്റ് യേശു, അത് തോറ്റോണ്ടേയിരിക്കുക. ഒറിജിനൽ യേശു, സഭയിലെ അംഗമാണ് പത്രോസ്. ആദത്തിന്റെ അടുക്കൽ പിശാച് ഹൗവയിലൂടെ വന്നു. യേശുവിന്റെ അടുക്കൽ പിശാചും ഹൗവയിലൂടെ, പക്ഷെ ഹൗവയുടെ പേര് പത്രോസ് എന്നായിരുന്നു, സഭയിലെ അംഗമാണല്ലോ. പത്രോസിലൂടെ വന്നു. നീ കാൽവരി ക്രൂശിൽ മരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ മനോഭാവി നമ്മൾ വീണുപോയനെ. തങ്കപ്പെട്ട പത്രോസ് പാസ്റ്റർ, എനിക്കൊരു വിഷയം വരുമ്പോ ആരും ചോദിക്കാനും പറയാനും ഇല്ല. പക്ഷെ ഇദ്ദേഹം നോക്കിയേ, എന്റെ അടുക്കൽ വന്നിട്ട് ഞാനിക്ക് ക്രൂശീകരണം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുവാണ്. തങ്കപ്പെട്ട പത്രോസ് പാസ്റ്റർ എന്ന് പറഞ്ഞത്. പക്ഷെ യേശു ക്രിസ്തു അതൊന്നും അല്ല പറഞ്ഞേ, സാത്താനെ. അപ്പൊ പത്രോസിന്റെ പുറകിൽ ആരായിരുന്നു? സാത്താനായിരുന്നു. അവയുടെ പുറകിൽ സാത്താനാണെന്നുള്ളത് ആറത്തിന് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇവിടെ പത്രോസ് ഹൗവയുടെ പുറകിൽ ആരാണെന്ന് യേശുവിന് മനസ്സിലായി. പിശാചാണെന്ന് ഒറിജിനൽ യേശുവിന് മനസ്സിലായി. എന്ന് പറഞ്ഞു. നമ്മളായിരുന്നെങ്കിൽ ആ പത്രോസ് പാസ്റ്റർ പിന്നെ എങ്ങും വിടാതെ അവിടെ സഭയിലിരുത്തിയന്നെ. കാരണം ഞങ്ങളുടെ ശരീരത്തിൽ ഒരു മൊട്ടുസൂചി വീഴാൻ പോലും കൊള്ളാൻ പോലും ഒരു പത്രോസ് പാസ്റ്റർ അനുവദിക്കത്തില്ല. യേശു ക്രൂശിക്കപ്പെടരുതെന്നാണ് പത്രോസ് പാസ്റ്ററുടെ ചിന്ത. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു അവിടെ ജയിച്ചു. ഇതേപോലെ നമ്മൾ ജയിക്കുവാനായിട്ട് ഇടയാകണം. തിരിച്ചറിയണം എന്താണ് ദൈവത്തിൻ്റെത്, എന്താണ് ദൈവത്തിൻ്റെത് അല്ലാത്തത് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. പത്രോസ് യേശു ക്രിസ്തു ആരെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ ശേഷം യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തു പത്രോസ് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൊടുക്കുന്ന രംഗമാണ്. ഓലോടെ എല്ലാവരും 16 വായിച്ചേ. പലരും യേശു ആരെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നു. കാക്ക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ. പത്രോസിന് തെറ്റിയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. അതിനുശേഷം അതിന്റെ 19 വായിച്ച്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, പത്രോസിനെ അധികാരിയാക്കിയത് ആദ്യ ശുശ്രൂഷ തന്നെ തന്റെ ഗുരുവിന്റെ മേല. അതിന് 21-ാം വാക്യം. അപ്പോഴാണ് യേശു പറഞ്ഞത് ഞാനിതാ ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യത്തെ ശുശ്രൂഷ ഗുരുവിന്റെ പേർക്ക് കിട്ടി. ആദ്യത്തെ വഴക്കും കിട്ടി ഗുരുവിന്ന് വഴക്കും കിട്ടി. വായിച്ചേ, അതിന് 21 മുതൽ 23 വരെ. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ,
നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കേട്ടോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്ര കരുതുന്നത്. അതായത് താൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ സാധാരണ ഗതിയിൽ നിന്ന് ചിന്തിച്ചു നോക്കിയേ. പത്രോസ് പറഞ്ഞത് നമ്മുടെ മനോഗതി പ്രകാരം റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞ് ശുശ്രൂഷ തുടങ്ങി, ശാസിക്കാൻ തുടങ്ങി. ഉടനെ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നീ എനിക്കൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാ, നീ എനിക്ക് തടസ്സമാണ്. സാത്താനെ എന്നെ വിട്ടു പോ. അപ്പോ പത്രോസിന്റെ പുറയിൽ ആരാണെന്ന് യേശു മനസ്സിലാക്കി. സാത്താനാണ്. യേശു അവിടെ തോക്കാൻ പോയോ? അതനുസരിച്ചിരുന്നെങ്കിൽ യേശു തോറ്റാനെ. ആദം തോറ്റതുപോലെ സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല, ഈ മനുഷ്യരുടെ അത്ര കരുതുന്നത്. അതായത് മനുഷ്യർ ഇതിനെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. മനുഷ്യരുടെ അത്ര നീ കരുതുന്നത്, ദൈവത്തിൻ്റെതല്ല. യേശു അവിടെ തോറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ മനസ്സിലാക്കുക, നമ്മൾ തോക്കരുത്, നമ്മൾ ജയിക്കുവാനായിട്ട് ഇടയാകണം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് കഴിഞ്ഞ സന്ദേശം നമ്മൾ ക്ലോസ് ചെയ്ത് എങ്ങനെയായിരുന്നു? അന്ന് ആദത്തോട് പറഞ്ഞൊരു കാര്യം, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുന്ന ആൾ നീ മരിക്കും. ഇന്നും അതേപോലെ തന്നെ സഭയോട് പറഞ്ഞേക്കണേ, രക്ഷിക്കപ്പെട്ടവരോട് പറഞ്ഞേക്കണേ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ താഴെ കമന്റ് എഴുതും. അന്ന് ആദത്തോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന ആളും മരിക്കും എന്ന് പറഞ്ഞു. ഏതാദത്തോട്? ജീവനുള്ള ആദത്തോട്. ഇന്ന് യേശുവിനാൽ ജീവൻ പ്രാപിച്ച സഭയോട് എന്നാ പറഞ്ഞു? അത് തന്നെ പറഞ്ഞു. പക്ഷെ സഭയ്ക്ക് ഓർക്കാൻ പറ്റത്തില്ല, കാരണം സഭയെ കുരുടന്മാരാക്കിയിട്ടിരിക്കും പിശാച്. ഇന്ന് അത് തന്നെയാ പറഞ്ഞേ, യേശു ക്രിസ്തുവിൽ ജീവൻ കിട്ടിയ നീയെ, ഒരു ശിക്ഷാവിധി ഇല്ലാത്ത നീയെ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും, നിശ്ചയം മരിക്കും. ഹല്ലേലൂയ, മരിക്കും. ഇതാണ് റോമ 8:13 പറയുന്നത്. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ വീണ്ടും ഓർത്തോളണം. ഏദനിൽ വെച്ച് ആദത്തോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം തിന്നരുത്, തിന്നാൽ നീ മരിക്കും. അതിന് ഈക്വലന്റ് ആയിട്ട് ജീവനുള്ള ആദത്തോടെ പറഞ്ഞത്, യേശുവിലൂടെ ജീവൻ ലഭിച്ച സഭയോട് പറയുകയാണ്, ക്രിസ്തേശുള്ള നിനക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, പക്ഷെ ഒരു ശിക്ഷാവിധിയും ഇല്ലാതെ നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും, നിശ്ചയം. കേട്ടോ? പക്ഷെ ഇത് നമ്മൾ സഭക്കാരെ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടില്ല. കാരണം മരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുക, രണ്ടൊരു ചാകാൻ വേണ്ടി ഇരിക്കുക. പിശാച് കേൾപ്പിക്കത്തില്ല. പകരം ആരാധിച്ചാൽ മതിയല്ലോ. ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം ആരാധിച്ച സ്വർഗ്ഗരാജ്യം കിട്ടും. ഇന്ന് സഭകളിലേക്ക് എന്നാൽ ആകപ്പാടെ കാണുന്നത് ആരാധന മാത്രമേ ഉള്ളൂ. ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ദൈവ ഇഷ്ടത്തെ വിട്ടിട്ടുള്ള ആരാധന മണ്ടത്തരമാണ്. കാരണം കർത്താവ് പറഞ്ഞു, എന്നെ ഉയർത്തി എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അല്ല സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം, പിതാവിന്റെ ഇഷ്ടത്തിൽ ഫോക്കസ് ചെയ്യുക. എല്ലാ ദേവദാസന്മാരുടെ ബഹുമാന പുരസ്കാരം പറയുന്നത് പിതാവിന്റെ ഇഷ്ടത്തിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ജനത്തെ കൊണ്ട് നരകത്തിലേക്ക് പോവുക. കഴിഞ്ഞ ദിവസം ഒരു ടീമിനെ കണ്ടു, അവരെന്റെ വിശ്വാസത്തെ കുറിച്ച് ചോദിച്ചു. ഞാൻ തിരിച്ചൊരു ഒറ്റ കാര്യം പറഞ്ഞോളൂ, 10 ലക്ഷം പേരുമായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് 10 പേരുമായിട്ട് സ്വർഗ്ഗരാജ്യത്തിൽ കയറുക. അതാണ് അഭിമാനം. അല്ലാണ്ട് ഭൂമി ഞാൻ കുറെ ഓടി അവസാനം നരകത്തിൽ പോകുന്നത് എന്തിനാ? ഓടുന്നെങ്കിൽ ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. ആ ഡിനോമിനേഷന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടോ, ആ ഡോക്ട്രിൻ സ്ഥാപിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടോ കാര്യമില്ല. ദൈവിഷ്ടം സ്ഥാപിക്കാൻ വേണ്ടി തന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. അത് കാണുന്ന ചിലരുടെയെങ്കിലും ജീവിതം അത് കണ്ട് ഓടാൻ അവർക്ക് പ്രേരിതമായി തീരും. അവിടെ ചുമ്മാ നശിക്കാനിടയാകരുത്. അന്ന് ഹൗവ ചതിച്ചുവെങ്കിൽ ഇന്ന് സഭ ചതിക്കുക. റോമ 8:13 ഇന്ന് സഭയോട് പറയണം. റോമ 8:13 എടുത്ത് വായിച്ച്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.
അപ്പോ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള വചനമാണ്, ഇപ്പൊ സിസ്റ്റർ വായിച്ചതിന് ഈക്വലന്റ് ആയിട്ടുള്ള വചനമാണ് പഴയ ഉടമ്പടിയിൽ 32:17. എന്നാൽ നന്മ തിന്മകളെ കുറിച്ച് അന്വേഷണത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്നാളെ നീ മരിക്കും. ഞാനിത് വായിച്ചു കഴിയുമ്പോൾ സിസ്റ്റർ ഒന്നുകൂടി വായിക്കണേ. ഏത്? റോമ 8:13 കേട്ടോ. ഞാൻ 32:17 വായിച്ചു കഴിയുമ്പോൾ സിസ്റ്റർ വായിക്കണം റോമ 8:13. അപ്പൊ പഴയ ഉടമ്പടിയിൽ ആദത്തോട് പറഞ്ഞതാണ് 32:17 ജീവനുള്ള ആദത്തോട്. പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തുവിലൂടെ ജീവൻ പ്രാപിച്ച സഭയോട് പറയുകയാണ് റോമ 8:13. രണ്ട് ഈക്വലന്റാ. ശ്രദ്ധിക്കുക, ഞാൻ വായിക്കാം, ഉടനെ ക്രിസ്തു വായിക്കുക. 32:17 എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് ലക്ഷ്യത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിങ്ങൾ അതിന്റെ 8:1 പറയാം, ക്രിസ്തയേശുവിനൊക്കെ യാതൊരു ശിക്ഷാവിധിയുമില്ല. ഒരു ശിക്ഷാവിധിയും ഇല്ലാത്ത നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവൻ പ്രാപിച്ച നിങ്ങൾ ജഡത്തെ അനുസരിച്ചാൽ മരിക്കും നിശ്ചയം. ഇതാണ് ഇന്ന് അനേകരെ ഏറ്റെടുത്തോണ്ട് പോകുന്നത്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളിതൊക്കെ മിണ്ടാതിരുന്നിട്ട് നമ്മൾ തന്നെ നശിക്കുകയല്ലേ? ഇതല്ലേ വാസ്തവം? അപ്പൊ 20, 22, 23 ഒരു ദൈവദാസനോ ഒരു വിശ്വാസിയെങ്കിലും സ്വർഗ്ഗത്തിൽ കയറിയോ? അതല്ലേ ന്യായവിധി? യേശുക്രിസ്തു പറയാണ് ഗരാവട്ട്, ഞാൻ ഒരു കാലത്തിലെ അറിഞ്ഞിട്ടില്ല ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ. അവര് പറയുന്നു നിന്റെ നാമത്തിൽ എന്തൊക്കെ ഞങ്ങൾ ചെയ്ത, രോഗികളെ നോക്കിയാൽ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, ഞങ്ങൾ അവിടെ ഓടി ഇവിടെ ഓടി, സമയം പോലും ഉണ്ടാകാതെ ഞങ്ങൾ ഓടിയത്, അയ്യോ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷെ. ചിലര് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കർത്താവായി സ്വീകരിച്ചു. ഗരാവട്ടെന്ന്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ലെന്ന്. ഇങ്ങനെ ഒരു സുവിശേഷം കൊണ്ട് പോയിട്ട് ഒരു കാര്യം എന്റെ പൊന്നു മക്കളെ, എഫക്റ്റീവ് എവാഞ്ചലിസം ആയിരിക്കണം നമ്മുടെ. ഹല്ലേലൂയ. ഓടുന്നുവെങ്കിൽ ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇനി മറ്റ് ചില കാര്യങ്ങളും കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പൊ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നിർത്താൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച വിഷയം നമ്മൾ ഒന്ന് റബപ്പ് ചെയ്യാണ്. അതിന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഭൂമിയുടെ മുകളിൽ 2 യജമാനന്മാർ. ആരാ പറഞ്ഞ്? യേശുക്രിസ്തു. ഒന്ന് തന്റെ അപ്പൻ സ്വർഗസ്ഥ പിതാവ്, മറ്റൊന്ന് പിശാച്. സ്വർഗസ്ഥ പിതാവ് ഒറിജിനൽ ഉടമസ്ഥൻ. ഇനിയിപ്പോ അത് ആർക്കെങ്കിലും അറിയുന്ന വാക്യം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഓക്കെ. ആവർത്തന പുസ്തകം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഒറിജിനൽ ഉടമസ്ഥൻ. ഇതാ സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെ നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. ഒന്ന് വായിച്ചോളൂ. ഇതാ സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. മനസ്സിലായി? ഇപ്പൊ ഉറപ്പായില്ലേ? എല്ലാത്തിനും ഉടമസ്ഥൻ സ്വർഗസ്ഥ പിതാവാണ്, യഹോവയാണ് ദൈവവുമാണ്. ഇതാണ് ഉൽപ്പന്ന സങ്കീർത്തനം 16-ാം വാക്യം പറഞ്ഞത്. സ്വർഗം യഹോവയുടെ സ്വർഗമാണ്, ഭൂമിയും അപ്പന്റെ തന്നെയാണ്. പക്ഷെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഉൽപ്പത്തി 1:28 സർവ്വഭൂമിയും അടയ്ക്കുവാണോ പറഞ്ഞു. പക്ഷേ ആദം പോയി പിശാചിന് കീഴടങ്ങി. നീ എന്തിനോട് തോക്കുന്നുവോ അതിന്റെ അടിമ. അങ്ങ് ഏക മനുഷ്യനായ പാപവും പാപത്താൽ മരണവും പിശാചിൻ ലോകത്തിൽ കടന്നു, സർവരും അതിന് കീഴിലായിപ്പോയി. ഓക്കെ. എല്ലാവരും ദ്രവത്വത്തിന്റെ കീഴിൽ. അതൊക്കെ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. അടുത്ത ആഴ്ച ദൈവം ചിന്തിക്കുക. അപ്പോ എല്ലാവരും ഇതിന് കീഴിലായിപ്പോയി. അപ്പൊ 2 യജമാനന്മാരാണ്. ഒരാൾ പിശാചാണ്. അവൻ ഇരികളായിട്ടാണ് ഭൂമിയുടെ അധികാരിയായിട്ടിരിക്കുന്നത്. ഇരികളായിട്ട്. ഇതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത്, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അതിനർത്ഥം ഭൂമി പിശാചി കയറി പിടിച്ചു. ഈ കാരണം ശാപം പിശാചിന്റെ സാന്നിധ്യമാണ്, അനുഗ്രഹം ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും. അപ്പോ ഇനി നമ്മൾ മനസ്സിലാക്കുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ മുകളിലുള്ള അവകാശികൾ ആരൊക്കെയായിരുന്നു? അവകാശികൾ ക്രിസ്തുവിലുള്ള നമ്മളുമാണ് അവകാശി, ഭൂമിയുടെ മേലുള്ള അവകാശികൾ. എങ്ങനെയാണ് തെളിയിക്കുന്ന വചനം? സൃഷ്ടിപ്പിന്റെ സമയത്തും ക്രിസ്തു അവകാശിയാണ്, മുഖാന്തരമാണ് സൃഷ്ടിപ്പിൽ അവകാശിയാണ്. അതാണ് എബ്രായ ലേഖനം 1:2 വാക്യം പറയുന്നത്. പുത്രൻ മുഖാന്തര സകലം സൃഷ്ടിച്ചു, പുത്രനെ സകലം അവകാശിയാക്കി വെച്ചു. പുത്രന്റെ പേരാണ് വചനം. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിച്ചത്, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിലൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മുഖാന്തര സകലം ഉളവാക്കി എന്ന് പറയുന്നില്ലേ? എന്നാൽ വചനമാണ് പുത്രൻ. എബ്രായ ലേഖനം വചനത്തിന് പുത്രൻ എന്നുള്ള പേരിൽ അത് അറിയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോ പുത്രനെ അവകാശിയാക്കിയും വെച്ചിരിക്കുന്നു. തുടർന്ന് ആ പുത്രനിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായാൽ നമ്മൾ പുത്രന്റെ കൂട്ടവകാശികളാകും. ഇതാണ് റോമ 8:17 പറയുന്നത്, മക്കളെങ്കിൽ നാം അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും തന്നെ. ആ ദൈവം ഉടമസ്ഥനായതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ അവകാശിയാകുന്നത്. ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാകാൻ കാരണം ക്രിസ്തു ഉടമസ്ഥനല്ല എന്നും ക്രിസ്തു അവകാശിയാണെന്നും അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകുന്നത്. എന്നോട് ദേഷ്യപ്പെടരുത്, ഉള്ളതുപോലെ പഠിപ്പിക്കാൻ എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ അറിയിച്ചു. അപ്പോ ഇനി യഹൂദന്മാരെയും നമ്മളെ ഈ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി കാൽവിധി സൃഷ്ടിച്ചു. അതാണ് വെളിപ്പാട് പുസ്തകം 12 കാണുന്ന സ്ത്രീയുടെ ഉള്ളില് ഒരു ആൺകുട്ടി. ആ ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ അനേക കുട്ടികളാണെന്ന് നമ്മൾ കണ്ടല്ലോ, അനേകരാണെന്ന്. ആദ്യ ഫലം ക്രിസ്തു, അതിന്റെ തല ക്രിസ്തുവാണ്, അവന്റെ ഉടല് ക്രിസ്തു ജയം പ്രാപിച്ചവരാണ്, അവന്റെ വരവെങ്കിൽ ക്രിസ്തുവിനുള്ളവർ. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു മനുഷ്യനായ, അതാണ് എഫേസ്യ ലേഖനം 2:15-16 നമ്മൾ വായിച്ചത്. ക്രിസ്തുവിൽ ഒരു മനുഷ്യനായി, ഒരു പുതു മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് പുതിയ സൃഷ്ടി, അതിലേക്ക് വരുന്നത്. അപ്പൊ ആ അവകാശത്തിലേക്ക് നമ്മൾ കയറണം. ഇതാണ് വെളിപ്പാട് 21:7 പറയുന്നത്, ജയിക്കുന്നവന് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. 22:5 പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാർ. നമ്മൾ ഭൂമിയുടെ രാജാക്കന്മാരായി എന്നേക്കും ദൈവത്തിന്റെ മക്കളായി പുതിയ യെരൂശലേമിൽ താമസിക്കുകയും ക്രിസ്തുവോട് ചേർന്ന് ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിയില്ല. ഏതാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്? നാം വീണ്ടും ജനിച്ചുവെങ്കിലും നമ്മൾ ദൈവത്തിന്റെ നഷ്ടം നികത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, അത് ടൈറ്റിൽ കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് ചിന്തയ്ക്കായിട്ട് ജനത്തിന് ഇട്ട് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മളവിടെ ടൈറ്റിൽ കൊടുത്തു. അപ്പോ ഇവിടെ ദൈവത്തിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ നഷ്ടം നികത്തണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെതായി മാറണം. ശ്രദ്ധിക്കുക, ദുബായിലെ ആ ഭർത്താവ്, നമ്മുടെ ആ ഉപമ യാഥാർത്ഥ്യങ്ങളാണത്. അദ്ദേഹത്തിന് തൻ്റെ സ്ഥലവും തൻ്റെ വീടും തൻ്റെ ഭാര്യയും ഒക്കെ നഷ്ടമായി. കാരണം ഭാര്യയുടെ പിടിപ്പുകേട്, അവളുടെ മനസ്സ് മറ്റൊരുവനിലായിപ്പോയി. ഇനി എങ്ങനെ ഇത് തനിക്ക് തിരിച്ചു കിട്ടും? ഒറ്റ കാര്യാ മതി, ഭാര്യ മാനസാന്തരപ്പെട്ടാൽ മതി. ആ പുതിയ കാമുകനെ ഉപേക്ഷിച്ച് തന്റെ യഥാർത്ഥ ഭർത്താവിന്റെ അടുക്കിലേക്ക് വന്നാൽ മതി. അതിന്റെ പേരാണ് മാനസാന്തരം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് വരാനായിട്ട് ലൂക്കോസ് സുവിശേഷം 15 നിങ്ങൾക്ക് തരുന്നത്. ഈ ലൂക്കോസ് സുവിശേഷം 15 നിങ്ങൾക്ക് തരുമ്പോ അതില് 3 നഷ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 3 നഷ്ടങ്ങൾ. ഒന്നിൽ ഒരാട് നഷ്ടപ്പെട്ടു, 2 ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു, 3 ഒരു മകൻ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടങ്ങളുടെ കണക്കാണ്. കാരണം യേശുക്രിസ്തു ഇവിടെ വന്നത് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചിട്ടാണ്. നഷ്ടങ്ങളുടെ കണക്കാണ്. അടുത്ത ആഴ്ചത്തേക്കുള്ളത് മൊത്തം. ഓക്കെ, 3ാമത്തേലേക്ക് വന്നപ്പോ ആട് മരിച്ചില്ല, നഷ്ടപ്പെട്ടേ ഉള്ളൂ. ദ്രഹ്മ മരിച്ചില്ല, നഷ്ടപ്പെട്ടതേ ഉള്ളൂ. 3ാമത്തെ മകനിലേക്ക് വന്നപ്പോ ഒരാൾക്ക് 2 മക്കളുണ്ടായിരുന്നു. അതിൽ മകൻ മരിച്ചുപോയി, മാത്രമല്ല നഷ്ടപ്പെട്ടു പോയി. മരിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. ദ്രഹ്മ മരിച്ചില്ല, ആട് മരിച്ചില്ല. വളരെ വ്യക്തമായിട്ട് ഓർത്തോളൂ. ഇനി ഇവിടെ 2 കാര്യം സംഭവിച്ചെങ്കില്, പുത്രന്റെ കാര്യത്തിൽ 2 കാര്യം സംഭവിച്ചെങ്കില് ഈ പുത്രനെ നഷ്ടപ്പെട്ട അപ്പന് പുത്രന്റെ പേരിൽ എന്തൊക്കെ കൊടുത്തു അതൊക്കെ തിരിച്ചു കിട്ടത്തുള്ളൂ. പുത്രനെ കിട്ടിയെങ്കിൽ മാത്രമേ തനിക്ക് നഷ്ടപ്പെട്ടത് കിട്ടത്തുള്ളൂ. യേശു ക്രിസ്തു വന്നപ്പോ എന്നാ പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? നഷ്ടപ്പെട്ട ആടിനെ തിരക്കിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മത്തായി 15:24 വായിച്ച്. മത്തായി 15:24. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു.
കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. ലൂക്കോസ് 15 വായിക്കുമ്പോൾ എല്ലാം കാണാതെ പോക്കാം. ആട് കാണാതെ പോയി, ദ്രഹ്മ കാണാതെ പോയി, മകനെയും പോയി കാണാതെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ കാണാതെ പോയത് അന്വേഷിച്ചാ വന്നേക്കണേ. ഇപ്പൊ കാണാതെ പോയത് തിരിച്ചു കിട്ടിയാലല്ലേ നഷ്ടം നികത്താൻ പറ്റുള്ളൂ. അതായത് വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടം നികത്തപ്പെടത്തില്ല. ഇത് പറയാൻ എത്ര വേണ്ടി വന്നേ? നമ്മളിത് വീണ്ടും ജനിച്ചുകൊണ്ട് തൃപ്തരായിരിക്കുകയാണ് അല്ലെ? വീണ്ടും ജനിച്ചത് കൊണ്ട് നഷ്ടം നഗരത്തില്ല. നഷ്ടം നഗരാൻ വേണ്ടിയാണ് വീണ്ടും ജനിച്ചത്. കണ്ടു കിട്ടിയെങ്കിൽ മാത്രമേ നഷ്ടം നഗരുള്ളൂ. വി ആർ അലൈവ് ബട്ട് സ്റ്റിൽ ഡെഡ്, ലോസ്റ്റ്. സോറി, വി ആർ അലൈവ് ബട്ട് സ്റ്റിൽ ലോസ്റ്റ്. നമുക്ക് വീണ്ടും ജനനം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇന്നും നഷ്ടപ്പെട്ടവരായിട്ട് തുടരുകയാണ് നല്ലൊരു പങ്ക്. അവരെ കൊണ്ട് വീണ്ടും ജനിച്ചവരാണെങ്കിൽ ദൈവത്തിന്റെ നഷ്ടം നികത്താൻ പറ്റാത്തവരാണ്. ഇത് നമ്മൾ അടുത്ത സന്ദേശം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, ദൈവം അനുമതിക്ക് കൂടുതൽ. ഇനി ഇസ്രായേൽ ഗ്രഹത്തിൽ കാണാതെ പോയത് മാത്രമല്ല, ജാതികളുടെ ഇടയിലും കാണാതെ പോയവരുണ്ട്. ഇതാണ് യോഹന്നാൻ സുവിശേഷം 10:16 ദൈവത്തിന്റെ വചനം പറയുന്നത്. 10:16 യോഹന്നാൻ 10:16 പറയുന്നത്, ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത, ഏതാട്ടിൻകൂട്ടത്തിൽ? ഇസ്രായേൽ എന്ന ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. ഞാൻ അവയെയും ചേർക്കേണ്ടതാവുന്നു. അവ രണ്ടും കൂടെ ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകേണ്ടതുമാകും. ഇതൊക്കെ കാണാതെ പോയതാ. ഇതിൽ തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചെങ്കിൽ മാത്രമേ നഷ്ടം നികലപ്പെടൂ. 10:16 യോഹന്നാൻ 10:16. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത, അതായത് ഇസ്രായേൽ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത വേറെ ആട്ടിൻകൂട്ടം, അതാണ് ജാതികൾ. അവയെ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവർ രണ്ടും കൂടെ, രണ്ടാട്ടിൻകൂട്ടമല്ല, ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആയിരുന്നു. മനസ്സിലായോ? അതാണ് ക്രൂശിൽ വെച്ച് രണ്ടുപേരെയും ഒരു ശരീരമായി, ഒരു പുതു മനുഷ്യനായി സൃഷ്ടിച്ചു. കിട്ടിയോ? അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി നമ്മൾ ദൈവത്തിന്റെ നഷ്ടം നികത്തപ്പെടണമെങ്കിൽ നാം വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ, നമ്മളെ കണ്ടെത്തുക കൂടി വേണം. അതുകൊണ്ട് സുവിശേഷത്തിന് 2 പാർട്ടുണ്ട്. 2 പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ച കാണാം. അപ്പോസ്തലന്മാർ സുവിശേഷം പറഞ്ഞപ്പോ ഇങ്ങനെയായിരുന്നു: ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം 1, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം 2. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വീണ്ടും ജനിക്കാനാണ്. ദൈവത്തിലേക്കുള്ള മാനസാന്തരം കണ്ടുകിട്ടാനാണ്. നമ്മൾ കണ്ടുകിട്ടുന്നത് ഉപേക്ഷിച്ചു, പിശാച് നമ്മളെ മറച്ചു. ഇന്ന് വീണ്ടും ജന്മം കൊണ്ട് മാത്രം നടക്കുന്ന സുവിശേഷമാണ്. എഫക്റ്റീവ് അല്ല. അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും ചിന്തിക്കാം കേട്ടോ. അത് എഫക്റ്റീവ് അല്ല. നമ്മൾ വീണ്ടും ജനിച്ചത് അവകാശമാക്കാനാണ്, ദൈവത്തിന്റെ സ്വന്തമാകാനാണ്. പക്ഷെ വീണ്ടും ജനിച്ചതുകൊണ്ട് നമ്മളെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താൻ വേണ്ടിയാണ് വീണ്ടും ജനിച്ചത്. കാരണം നമ്മൾ ആട് അതിനെ അന്വേഷിച്ചു പോയി കണ്ടെത്തി കൊണ്ടുവരികയാണ്. ദ്രഹ്മ അതിനെ അന്വേഷിക്കുകയാണ്. നമ്മൾ മാനസാന്തരപ്പെട്ടാലേ അവിടെ എത്തുള്ളൂ. നമ്മൾ മാനസാന്തരപ്പെട്ടാലേ അവിടെ എത്തുള്ളൂ. ആട് മാനസാന്തരപ്പെടണ്ട, ദ്രഹ്മ മാനസാന്തരപ്പെടണ്ട, നമ്മൾ മാനസാന്തരപ്പെടണം. മനസ്സിലായോ? ഇന്ന് മുഴുവൻ ധ്യാനമായിരിക്കണ്ട, ഈ ആഴ്ച മുഴുവൻ. പറഞ്ഞ ആട് മാനസാന്തരപ്പെടണ്ട, ദ്രവ്യം മാനസാന്തരപ്പെടണ്ട, പക്ഷെ നമ്മളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. അപ്പൊ സുവിശേഷത്തിൽ നിന്ന് മാനസാന്തരം ഒഴിവാക്കിയാൽ എങ്ങനെ അവിടെ എത്തും? യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ എന്തായിരുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. അല്ലാതെ ഞാൻ ക്രൂശിക്കപ്പെട്ടെന്നല്ല യേശു പറഞ്ഞേ. നമ്മൾ യേശു പറയാത്തതും യേശു പറഞ്ഞത് വിട്ടിട്ട് നമ്മൾ ക്രൂശിക്കപ്പെട്ടതിനെ മാത്രം എടുത്തു, അല്ലേ? ക്രൂശിക്കപ്പെട്ടെടുക്കണം, അത് ആവശ്യമാണ് വീണ്ടും ജനിക്കാൻ. പക്ഷേ തിരികെ എത്തണമെങ്കിൽ മാനസാന്തരം ആവശ്യമാണ്, ദൈവത്തിങ്കിലേക്കുള്ളത്. അടുത്ത ആഴ്ച കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം, കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു. താങ്ക് യു. ഞങ്ങളുടെ സാന്നിധ്യത്തിനായി നന്ദി പിതാവേ. അങ്ങ് ഞങ്ങളെ സത്യം അറിയിക്കുന്നതിനായി സ്തോത്രം. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാണ്. ഉടമസ്ഥന്മാരെ കുറിച്ച്, യജമാനന്മാരെ കുറിച്ച്, അതിലെ അവകാശികളെ കുറിച്ച്
ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. എങ്ങനെയാണ് ദൈവത്തിന്റെ നഷ്ടം നികത്തുന്നതെന്ന് നിങ്ങൾ ചുരുക്കമായി പറഞ്ഞതിനായി സ്തോത്രം. ഈ ഭൂമിയുടെ മേൽ 2 യജമാനന്മാരുണ്ടെന്നും ഒന്ന് യഥാർത്ഥ യജമാനായ സ്വർഗസ്ഥ പിതാവും, എന്നാൽ ഹൗവയെ വഞ്ചിക്കപ്പെട്ട ഹൗവയുടെ വാക്ക് കേട്ട ആദത്തിന് ദൈവം കൊടുത്ത ഭൂമിയെ നഷ്ടമായി. ഏക മനുഷ്യന്റെ പാപവും പാപത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചി ലോകത്തിൽ കടന്നു. ഈ ഒരു തലവും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. സത്യം ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾ ഈ സത്യം സ്വതന്ത്രമാകുന്നതിനായി നന്ദി. ഈ ഭൂമിയുടെ മുകളിൽ യേശു ക്രിസ്തു സകലത്തിന് അവകാശിയാണ്. അതാ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ ഞങ്ങൾ അതിന്റെ കൂട്ടവകാശികളായി തീരുമെന്ന് അന്ന് സത്യം അറിയിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഞങ്ങൾ കേട്ടതുപോലെ വീണ്ടും ജനിച്ചവർ മാത്രമായിട്ടല്ല ദൈവത്തിന് നഷ്ടം നികത്തുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചിന്തകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അങ്ങ് എത്തിച്ചതിനായി അതിനുപയോഗിച്ച ചാനലിനായി സ്തോത്രം. ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. ഈ സന്ദേശ സഭയോടെ തുടർന്നും കേൾക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് അങ്ങനെ തന്നെയോ എന്ന് വചനം നോക്കി ഉറപ്പിച്ച് ഈ ചെറിയ ആയുഷ്കാലം ആരുടെയും കാപട്യത്തിനും തട്ടിപ്പിനും വഞ്ചനയ്ക്കും ഇരയാകാതെ സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് ഒരു ജാതി മതസംഘടനയിലെ ഡിനോമിനേഷൻ തട്ടി വീഴാതെ യേശു ക്രിസ്തുവെ അനുഗമിച്ച് യേശുവെ ധരിച്ച് സ്വർഗീയ പിതാവെങ്കിൽ എത്തിച്ചേരുവാൻ ഈ മക്കളെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി മക്കളെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ അനുഗ്രഹമായി നിത്യം വെളിപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും കൂട്ടായിരിക്കണമേ. ഇവരുടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. ഇവകളെ അനുഗ്രഹിക്കുന്നു. അശുദ്ധാത്മാക്കളാൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചിന്തിയ ആ രക്തത്താൽ യേശുവിന്റെ നാമത്താൽ നിങ്ങളുടെ പാപങ്ങൾ അവിടെ ക്ഷമിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് എല്ലാ ശുദ്ധാത്മ ശക്തികളും ഈ മക്കളുടെ ജീവിതത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ്. യെസ്, ഇവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാക്കും. അപ്പോൾ തന്നെ രോഗികളായിരിക്കുന്നവർ യേശുവിന്റെ അടിപ്രായ സൗഖ്യം പ്രാപിക്കട്ടെ. ധനപരമായ എല്ലാ ആവശ്യങ്ങളും വരും ദൈവത്തിന്റെ കരം മഞ്ഞും മഴയും കടന്നു വരാനിടയാകട്ടെ. യേശുവിനെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ നിത്യം അനുഗ്രഹമായി വെളിപ്പെടുവാനിടയാകട്ടെ. വരുംകാല ഭൂമിയുടെ രാജാക്കന്മാരായി ദൈവത്തിന്റെ മക്കളായി നിത്യം നിലകൊള്ളുവാൻ ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ നഷ്ട നികത്തുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സർവമഹത്വം പിതാവേ അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ടൂൺജ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ അടുത്ത ആഴ്ച ഈ സന്ദേശം ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നതല്ല. പതിവ് പോലെ എല്ലാ മാസവും നടക്കുന്ന റിട്രീറ്റ് അടുത്ത ആഴ്ചയിലാണ്. എറണാകുളത്ത് ഫെബ്രുവരി 2-ാം തീയതി മുതൽ 7 ദിവസം ഞായറാഴ്ച അവസാനിക്കുന്ന ആ റിട്രീറ്റിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവോട് ചേർന്ന് മനുഷ്യരെ പിടിക്കുന്നവരായി തീരാൻ കടന്നു വന്നാട്ടെ. ദൈവത്തോടു കൂടെ നമുക്ക് ചില ദിവസങ്ങൾ എല്ലാ മൊബൈലും എല്ലാം മാറ്റിവെച്ച സമാധാനത്തോടുകൂടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്നിരിക്കുവാൻ കിട്ടുന്ന ഒരു അവസരമാണ്. നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അധികം താമസിയാതെ നമ്മുടെ ഓക്സിജൻ തീരും. അപ്പൊ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ പല പല തടസ്സങ്ങളും ഉണ്ടാകും. അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കടന്നു വരിക. മറ്റുള്ളവരെയും ഈ സന്ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. നമുക്ക് ഒരുമിച്ച് ജാതി മത സംഘടനയും ഗ്രൂപ്പുകളും ഒന്നും വേണ്ട. പകരം ദൈവ കുടുംബമായി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും ഒരു മാതൃകയായി ക്രിസ്തു അനുഗമിച്ച് സ്വരാജ്യത്തിലേക്ക് കടന്നു പോകാം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ സന്ദേശം കൂടുതലായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kingdommessage.com എന്ന വെബ്സൈറ്റില് നിങ്ങൾക്ക് ധാരാളമായ ഈ സന്ദേശങ്ങൾ, പുസ്തകങ്ങൾ, ഞങ്ങളുടെ ഗാനങ്ങൾ,
ഇതെല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ യൂട്യൂബില് SVJ മെസ്സേജസ്, ഷാജി വെമ്പനാട്ട് ജോസഫ് SVJ മെസ്സേജസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ബ്രൗസ് ചെയ്യുന്നെങ്കിൽ ധാരാളം സന്ദേശങ്ങൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനല്, ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ഷാജി ജോസഫ് അതാണ്. ധാരാളം ഷാജി ജോസഫ് ഉള്ളതുകൊണ്ട് എന്റെ ഫോട്ടോ കാണുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ VOG എന്ന് പറയുന്ന ഫേസ്ബുക്ക് ചാനലും ഉണ്ട്. ഇതിലൊക്കെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. കുറച്ച് സമയം നമുക്ക് ഭൂമിയിലുള്ളൂ. ഏത് സമയവും നമ്മളുടെ ശ്വാസം പിൻവലിക്കും, നമ്മളെ ഇവിടുന്ന് പിൻവലിക്കും. അതിനു മുമ്പ് നമ്മൾ ക്രിസ്തു എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അതേപോലെ നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ദൈവസന്നിധിയിൽ എത്തുവാൻ, ജയം പ്രാപിക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇതുപോലെ ഈ ചാനലിൽ ഈ സന്ദേശം മറ്റുള്ളവരെ അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ച പ്രിയ മകനെയും മകളെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം ഈ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിനോടൊപ്പം ആയിരുന്ന അകലെയും വിവിധ ടൈം സോണുകളിലൊക്കെ ആയിരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്രത്തോളം അനുഗ്രഹീതമായിട്ട് ദൈവവചനം സംസാരിച്ച കർത്താവിന്റെ ദാസനെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുകയും പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ദാസനെ ധാരാളമായി ഉപയോഗിക്കട്ടെ. അനേകർക്ക് ദൈവത്തിന്റെ വചനം യഥാർത്ഥമായിട്ട് പഠിക്കുവാനും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ അനേകരെ ഒരുക്കേണ്ടതിന് തന്റെ ദാസനെ ദൈവം ധാരാളമായി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ദൈവം വീണ്ടും കാണാം. Love you, Dad. Thank you, Jesus.